നമസ്കാരം. മിസ്റ്റി ഫോറസ്റ്റിനകത്തേക്ക് കടക്കുന്ന ആ നിമിഷത്തിൽ റോബിൻ മാർക്കിനോട് പറഞ്ഞ ആ കാര്യം കേട്ട് മാർക്ക് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഒരു സെയിന്റ് മിസ്സായിരിക്കുന്ന ഫോറസ്റ്റാണ് മിസ്റ്റി ഫോറസ്റ്റ്. ആ സെയിന്റിനെ കണ്ടുപിടിക്കാനായി സെയിന്റുകളുടെ ഒരു ടീം ഒരു അന്വേഷണം നടത്തി നോക്കിയെങ്കിലും ആ സെയിന്റിനെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതേ സ്ഥലത്തേക്കാണ് മാർക്ക് ഫെല്ലറുമായി ആ ടീം മൂവ് ചെയ്യുന്നത്. ആ സ്ഥലം സെയിന്റിന്റെ ജീവൻ എടുത്ത സ്ഥലമാണ്. അവിടേക്ക് ട്രിബുലേഷൻ ട്രാൻസ്ഫറിംഗ് സ്റ്റേജിൽ ആ യോദ്ധാക്കൾ ചെന്നാൽ അവർക്കൊരിക്കലും പിടിച്ചിരിക്കാൻ കഴിയില്ല. 5th ലെവൽ ബ്രേക്ക് ത്രൂ നടത്തുന്ന ഒരാള് എത്തുന്നത് 6th ലെവലിലേക്കാണ്. ആ 6th ലെവലിലുള്ള ആളിനെയാണ് സെയിന്റ് എന്ന് വിളിക്കുക. 5th ലെവലും 6th ലെവലും തമ്മിൽ കേൾക്കുമ്പോൾ ഒരു ലെവലിന്റെ വ്യത്യാസമേ ഉള്ളെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഫലത്തിൽ ഒരു ചെറിയ കുളവും കടലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. 6th ലെവലുകാരൻ അക്ഷരാർത്ഥത്തിൽ ഒരു സന്യാസി തന്നെയാണ്, സെയിന്റ് തന്നെയാണ്. സകലതും നിയന്ത്രിക്കാൻ കഴിയുന്ന അസാമാന്യമായ ഒരു കപ്പാസിറ്റിയുള്ള ആളായി സെയിന്റ് ലെവലിലെ ആള് മാറും. അത്തരത്തിലുള്ള ഒരു സെയിന്റിനെ കാണാതായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മിസ്റ്റി ഫോറസ്റ്റ്. ആ മിസ്റ്റി ഫോറസ്റ്റിൽ അപ്പൊ പിന്നെ ബാക്കിയുള്ള സാധ്യത ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാർക്ക് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് റോബിൻ ആ കാര്യം മാർക്കിനോട് പറഞ്ഞത്. മാർക്ക് എന്തായാലും പെട്ടു എന്ന് മാർക്കിന് ബോധ്യമായതും മാർക്ക് റോബിനോട് പറഞ്ഞു, ഓക്കെ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് മൂവ് ചെയ്യാം. മാർക്ക് ഫെല്ലർക്ക് ഒപ്പം 6 അംഗ സേനയാ ഉള്ളത്. ആ ടീം വളരെ വിജിലന്റായി മുന്നോട്ട് നീങ്ങുകയാണ്. അവര് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ വളരെ കുറച്ച് ദൂരമേ കവർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണം അവര് വളരെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുന്നതാണ്. അപകടം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മാർക്കിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രസകരമായ കേസ് ഈ 3 മണിക്കൂറിനുള്ളിൽ അവർ ആക്രമിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഏത് നിമിഷത്തിലും ആക്രമിക്കപ്പെടാമെന്നൊരു സൂചന ശരിക്കും അവർക്ക് 7 പേർക്കും അനുഭവപ്പെടുന്നുണ്ട്. ആരൊക്കെയോ തങ്ങളെ നിരീക്ഷിക്കുന്നു എന്നൊരു ഫീല് മാർക്കിന്റെ മനസ്സിൽ തോന്നിയതും റോബിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബി കെയർഫുൾ, ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടാം. അങ്ങനെ റോബിൻ പറഞ്ഞ ആ നിമിഷത്തിൽ അവരുടെ ചുറ്റും ശുദ്ധ സൂര്യതയിൽ ഒരു വല്ലാത്ത അനക്കം ഉണ്ടായി. അതിവേഗതയിലാണ് ആ മിസ്റ്റി ഫോറസ്റ്റിലെ ആ മിസ്റ്റിനിടയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അതിശക്തമായ പ്രകാശം ആ മൂടൽ മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നു. തങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ആ പ്രകാശത്തെ കണ്ട മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ആ മൂടൽ മഞ്ഞിനകത്തേക്ക് നോക്കുമ്പോൾ മാർക്കിന് ചിറകുള്ള ആ മോൺസ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. മാർക്ക് തന്റെ കണ്ണിനെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും അവിടെ മൂടൽ മഞ്ഞാണ്. നല്ല പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ആ കാട്ടിനകത്ത് ഇല്ലാത്തത് പ്രകാശം മാത്രമാണ്. ആ പ്രകാശമാണ് ഇപ്പോ അവിടെ ആ മോൺസ്റ്റേഴ്സിന്റെ രൂപത്തിൽ എത്തിയെന്ന് പറയാം. സകല മോൺസ്റ്റേഴ്സും തിളങ്ങുന്നുണ്ട്. ആ തിളക്കത്തിൽ മാർക്ക് അവരുടെ ചിറകുകൾ ഒന്ന് എണ്ണി നോക്കി. ഇപ്പോ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആ മോൺസ്റ്റേഴ്സ് ഒക്കെ 9 ചിറകുകളുള്ളവരാണ്. 4 ജോഡിയും പിന്നെ 1 ചിറകും. അതിശക്തരായ മോൺസ്റ്റേഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. മാർക്ക് ആ മോൺസ്റ്റേഴ്സിനെ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ മാർക്കിനൊപ്പമുള്ള 6 പേരും ആ മോൺസ്റ്റേഴ്സ് തന്നെ നിരീക്ഷിക്കുകയാണ്. ആ മോൺസ്റ്റേഴ്സും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അവര് അവരുടെ ഏരിയക്കുള്ളിലേക്ക് കടന്നു കയറിയ ആ 7 പേരെയും സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു. എതിരാളിയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ എതിരാളിയുടെ ശക്തി അറിയാൻ 2 ടീമും കാണിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന മുൻകരുതൽ. അങ്ങനെ മാർക്കിന് അതിനെ വിളിക്കാൻ പറ്റും. മാർക്ക് ഏറ്റവും പുറകിലാണ്. മാർക്കിന് മുന്നിലാണ് ബാക്കി 6 പേരും. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ 6 പേരും നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മാർക്ക് അതിനെക്കുറിച്ച് കൗതുകത്തോടെ ആലോചിച്ചപ്പോൾ ആ 6 അംഗ ടീം അതിവേഗം മുന്നോട്ട് കുതിച്ചു. ശരിക്കും തങ്ങൾക്ക് നേരെ ആ മോൺസ്റ്റേഴ്സ് പാഞ്ഞു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിനു മുമ്പ് ആ മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് ആ 6 പേരും ചേർന്നെടുത്തത്. മാർക്ക് മൂവ് ചെയ്തില്ല. മാർക്കിന്റെ മുന്നിലുള്ള ആ മോൺസ്റ്റേഴ്സ് നേരെ ആ 6 അംഗ ടീം അതിവേഗം പായുമ്പോൾ ആ മോൺസ്റ്റേഴ്സും സ്വാഭാവികമായും മുന്നോട്ട് കുതിച്ചു. ഒരു യുദ്ധം അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി മാർക്ക് ഫെല്ലർ നോക്കിക്കാണുകയാണ്. മാർക്ക് വിചാരിച്ച പോലെ അല്ല ആ കക്ഷികൾ. അവർ 6ഉം അതിശക്തരാണ്. മിസ്റ്റീരിയസ് ഹെവൻലി സോഡ് സെക്ഷന്റെ റീഗനും ടിറ്റോയും ശരിക്കും വാളുകൾ കൊണ്ട് ഒരു ഇന്ദ്രജാലം തന്നെ കാണിക്കുകയാണെന്ന് പറയാം. റീഗന്റെ കയ്യിൽ പച്ച നിറത്തിലുള്ള തടി കൊണ്ട് ഉണ്ടാക്കിയതെന്ന് തോന്നുന്ന ഒരു സോഡ ഉള്ളത്. ശരിക്കും അത് കണ്ടാൽ തടിയിലുള്ള ഒരു കളിപ്പാട്ടം വാള് അങ്ങനെ ആരും വിളിക്കത്തുള്ളൂ. പക്ഷെ ആ വാള് അവിടെ സൃഷ്ടിക്കുന്നത് സമാനതകളില്ലാത്ത ചില രംഗങ്ങളാണ്. റീഗൻ ആ മോൺസ്റ്റേഴ്സിന് മുന്നിലേക്ക് ഇങ്ങനെ പാഞ്ഞ് കയറുമ്പോൾ ആ വാള് കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ
1, 2, 3, 5, 10 നിലയിൽ മോൺസ്റ്റേഴ്സ് ആറ്റ് താഴേക്ക് വീഴുകയാണ്. കഴുത്തറ്റും കൈകളറ്റും ചിറകറ്റും താഴേക്ക് വീഴുന്ന ആ മോൺസ്റ്റേഴ്സ് ശരിക്കും ഒരു കാഴ്ച തന്നെയാണ്. ആ സമയത്ത് ടിറ്റോ റോബിന് തോളോട് തോൾ ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ എതിരിടുകയാണ്. ഇതേ ശൈലി തന്നെയാണ് ആ രണ്ട് സ്ത്രീകളും. ഡിവൈൻ വിൽ സെക്ഷന്റെ ഷെൻ ക്യൂനെയും ഷിൻ റൗനെയും സിസ്റ്റേഴ്സാണ്. ആ സഹോദരിമാർ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന മോൺസ്റ്റേഴ്സിനെ അതിശക്തമായി നേരിടുമ്പോൾ ഹെവൻലി ഡിവിനേഷൻ സെക്ഷന്റെ ലിയാങ്ങും അയക്കൊപ്പമുള്ള ചെറുപ്പക്കാരൻ ഹാങ്ങും അതുപോലെ മോൺസ്റ്റേഴ്സ് നേരിടുകയാണ്. ആ 6 അംഗ ടീം ആ മോൺസ്റ്റേഴ്സിനെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുമ്പോൾ ആ മോൺസ്റ്റേഴ്സും അതുപോലെ പ്രതികരിക്കുകയാണ്. ശരിക്കും ഒരു അടിപൊളി യുദ്ധത്തിന് മാർക്ക് ഫെല്ലർ സാക്ഷിയായി. മാർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തൊട്ടു പുറകിലുണ്ട്. ആ യുദ്ധത്തിൽ ഏതെങ്കിലും നിമിഷത്തിൽ ഇടപെടേണ്ടി വരികയാണെങ്കിൽ ഇടപെടാമെന്ന് കരുതി മാർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഏകദേശം ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ 6 ആളുകളും ചേർന്ന് അവരെ ആക്രമിച്ച 9 ചിറകളുള്ള ആ മോൺസ്റ്റേഴ്സിലേക്ക് കൊന്ന് തള്ളിയെന്ന് പറയാം. സകല മോൺസ്റ്റേഴ്സും തറ വീണു എന്ന് ഉറപ്പായതും റീഗൻ എല്ലാവരോടായി പറഞ്ഞു, ഈ നിമിഷം മുതൽ നമ്മൾ വിജിലന്റ് ആയിരിക്കണം, ഏത് സമയത്തും നമ്മൾ ആക്രമിക്കപ്പെടാം, ഇനി കളയുവാൻ നമുക്ക് സമയമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് റീഗൻ തന്റെ വാള് വായുവിൽ നിന്ന് വിലങ്ങനെ വെച്ചു. സാധാരണഗതിയിൽ ഒരു തടി പോലെയുള്ള ഒരു സാധനം വായുവിൽ വെച്ചാൽ അത് താഴേക്ക് വീഴേണ്ടതാണ്. പക്ഷെ അത് താഴേക്ക് വീണില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ വാളിന്റെ മുകളിലേക്ക് റീഗൻ പെട്ടെന്ന് ചാടി കയറി. റീഗൻ വാളിന്റെ മുകളിലേക്ക് ചാടി കയറിയതും വാള് റീഗനെ കൊണ്ട് അതിവേഗം മുന്നോട്ട് കുതിച്ചു തുടങ്ങി. മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ റീഗൻ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക് ഫോളോ മീ. മാർക്ക് ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. ബാക്കിയുള്ള 5 പേരും ഒരു വരി പോലെ റീഗനെ ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഒരു പ്രകാശം അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കും പോലെ റീഗൻ മുന്നോട്ട് കുതിക്കുമ്പോൾ റീഗന്റെ വാളിന്റെ അഗ്രത്ത് നിന്ന് പ്രകാശം ആ വഴി കീറി മുറിക്കുകയാണ്. ഒരു മിസൈൽ പാഞ്ഞു പോകുന്ന പോലെ ആ വാളിന്റെ മുകളിൽ നിൽക്കുന്ന റീഗൻ ആ വായുവിനെ കീറി മുറിച്ചുകൊണ്ട് ആ മൂടൽമഞ്ഞിനെ 2ആയി തള്ളി മാറ്റിക്കൊണ്ട് അതിവേഗം മുന്നോട്ട് പായുകയാണ്. റീഗൻ അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഒരു തുരങ്കം ഉണ്ടാകുന്നത് പോലെ നമുക്ക് തോന്നും. ചുറ്റും മൂടൽമഞ്ഞാണ്. ആ മൂടൽമഞ്ഞിനകത്തുകൂടിയാണ് റീഗൻ അങ്ങനെ പാഞ്ഞു പോകുന്നത്. റീഗൻ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകാശത്തെ ഫോളോ ചെയ്ത് മാർക്കും ആ വഴി സഞ്ചരിക്കുകയാണ്. മാർക്കിന് റീഗനിടയിലാണ് ബാക്കി 5 പേരും. ആ ചെയിൻ യാത്ര ഏകദേശം ഒരു മണിക്കൂറുകൂടി പോയി കാണും. അപ്പൊ അവരെത്തിയത് നേരത്തെ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രദേശത്താണ്. അവിടെ മൂടൽമഞ്ഞ് ഇല്ല. അതാണ് ആദ്യം മാർക്കിന്റെ ദൃഷ്ടിയിലേക്ക് വന്നത്. അവർ കടന്നു വന്ന ആ തുരങ്കം അല്ലെങ്കിൽ ആ കടന്നു വന്ന പാതയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും മഞ്ഞ് മാത്രമേ ഉള്ളൂ. മിസ്റ്റി ഫോറസ്റ്റ് എന്ന് ആളുകൾ ആ ഫോറസ്റ്റിനെ വിളിക്കുന്നത് വെറുതെ അല്ല എന്ന തോന്നൽ ആ യാത്രക്കിടയിൽ മാർക്കിന് ഉണ്ടായതാണ്. ഇപ്പോ മാർക്കിന് മുന്നിലുള്ള റീഗൻ ആ യാത്ര അവസാനിപ്പിച്ചപ്പോൾ മാർക്ക് കാണുന്നത് തുറസായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ മുന്നിലായി മലനിരകളുമുണ്ട്. ആ മലയിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളുമുണ്ട്. കൊടുങ്കാടാണ് ആ മലയിലെന്ന് പറയാം. പക്ഷെ ആ മലയ്ക്കും റീഗന്റെ ടീം നിൽക്കുന്നതിനിടയിൽ തുറസായ ഒരു സ്ഥലമുണ്ട്. മാർക്ക് ഇതേ ശൈലിയിൽ നേരത്തെ മോൺസ്റ്റേഴ്സിനെ എതിരിട്ടിട്ടുണ്ട് ഹ്യൂമൻ റേസ് വാച്ചുമായി യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ സ്ഥലം കണ്ടപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് ആ യാത്രയാണ് കടന്നു വന്നത്. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബി കെയർഫുൾ. മാർക്ക് എന്തോ ആലോചിച്ച് നിൽക്കുകയാണെന്ന് തോന്നിയത് കൊണ്ടാണ് റീഗൻ മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ ആരൊക്കെയോ തങ്ങളെ നിരീക്ഷിക്കും പോലെ വീണ്ടും ഒരു തോന്നൽ മാർക്കിനുണ്ടായി. മാർക്കിന് ആ തോന്നൽ ഉണ്ടായപ്പോൾ അതേ നിമിഷം തന്നെ കൂടെയുള്ള ആളുകളെയൊക്കെ അത് കണ്ടു എന്ന് പറയാം. അവരൊക്കെ 5th ലെവൽ ട്രാൻസ്ജെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളോ 4th ലെവലിലെ ട്രാൻസ്ജെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളോ ആണല്ലോ. മാർക്കും ആ ഡിവിനേഷൻ സെക്ഷനിലെ ഷാങ്ങും പിന്നെ ആ വിൽ സെക്ഷനിലെ ക്യൂനയുടെ സഹോദരിയുമാണ് യഥാർത്ഥത്തിൽ 4th ലെവലിൽ. ക്യൂന ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും 5th ലെവലുകാരാണ്. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ചുറ്റും നോക്കുമ്പോഴേക്കും ആ ശൂന്യതയിൽ പതുക്കെ പതുക്കെ ചില ആളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടതായി മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. അതിലൊരാളെ മാർക്ക് അറിയും. അത് സാക്ഷാൽ ഫ്ലെയിം ഡീമനാണ്. മാർക്ക് ഫെല്ലറും ഫ്ലെയിം ഡീമനും തമ്മിൽ നേരത്തെ ഒരു തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ഫ്ലെയിം ഡീമൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഫ്ലെയിം ഡീമന്റെ തൊട്ടു പുറകിലായി ഫ്ലെയിം ഡീമനെ രക്ഷിച്ചുകൊണ്ടുപോയ ആ ടൈറ്റനുമുണ്ട്, ഡെഡ്ലി കിങ്ങും ഉണ്ട്. ആ മൂവർ സംഘം അവിടെ ഉണ്ടെന്നർത്ഥം. അവരുടെ മുന്നിലായി ഒരുപാട് മോൺസ്റ്റേഴ്സ് ഇതാ പ്രത്യക്ഷപ്പെടുകയാണ്. ശരിക്കും ആ ശൂന്യ സ്ഥലത്ത് മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴാണ് മാർക്കും കൂടുതലുള്ളവരും തിരിച്ചറിയുന്നത്. ഒരുപാട് മോൺസ്റ്റേഴ്സ്, എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും മോൺസ്റ്റേഴ്സ് ആണ് മലയ്ക്കും മാർക്ക് നിൽക്കുന്ന ടീമിനിടയിൽ പെട്ടെന്ന് അങ്ങ് ജനറേറ്റ് ചെയ്യപ്പെട്ടത്. അവര് ആ സമതലത്തിലേക്ക് മാർക്കിനെയും ടീമിനെയും എത്തിച്ചതാണെന്ന് പകൽ പോലെ വ്യക്തം. ആ കാഴ്ച കണ്ടതും തന്റെ വാള് കയ്യിലേക്ക് എടുത്ത റീഗൻ ആ വാളുമായി മുന്നോട്ടൊരൊറ്റ കുതിപ്പ്.
ശരിക്കും ആകാശത്തോടെയും റീഗൻ ആ വാളുമായി പായുമ്പോൾ അതുപോലും രസകരമായ ഒരു കാഴ്ചയാണ്. റീഗന്റെ വാള് പതിക്കുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. റീഗന്റെ അതിശക്തമായ ആ വാൾ വീശലിൽ മോൺസ്റ്റേഴ്സ് കൂട്ടത്തോടെ വീഴുമ്പോൾ പിന്നെയും മോൺസ്റ്റേഴ്സ് അവിടെ വന്നിങ്ങനെ നിറയുകയാണ്. മലയുടെ അടിയിൽ നിന്ന് ശരിക്കും വെള്ളം മുന്നോട്ട് കുതിച്ചു വരും പോലെ മോൺസ്റ്റേഴ്സ് കുതിച്ചു വരികയാണ്. ആ മലയ്ക്കുള്ളിൽ ഇഷ്ടം പോലെ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ടിറ്റുവും മുന്നോട്ട് കുതിച്ചു. അതോടൊപ്പം ആ രണ്ട് സ്ത്രീകളും പിന്നെ ഡിവിനേഷൻ സെക്ഷന്റെ ആ രണ്ടുപേരും ആ 6 ടീം വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ മാർക്കും ആ യുദ്ധത്തിന്റെ ഭാഗമായി. മാർക്ക് അത്ര ബലം കൊടുക്കാതെ ഒരു സ്റ്റെപ്പ് പുറകിൽ നിന്നാണ് ശരിക്കും ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. മാർക്കിന്റെ റോൾ എന്താണെന്ന് ഇതുവരെയും മാർക്കിന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മാർക്ക് ഒരു സ്റ്റെപ്പ് പുറകിൽ നിൽക്കുന്നത്. മാർക്കിനേക്കാൾ ശക്തരായ യോദ്ധാക്കൾ പല മേഖലയിലും ഉണ്ട്. അവരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതിന് പകരം മാർക്കിനെ തന്നെ വിളിച്ചുകൊണ്ട് വന്നതിന്റെ ആ സാങ്കത്യം ഇതുവരെയും മാർക്കിന് അങ്ങോട്ട് തെളിയാത്തത് കൊണ്ടാണ് മാർക്ക് ഒരു സ്റ്റെപ്പ് പുറകിൽ നിൽക്കുന്നത്. ചതിക്കപ്പെടാൻ സാധ്യത എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് മാർക്ക് ഒരു സ്റ്റെപ്പ് പുറകിൽ നിൽക്കുകയും അതേസമയത്ത് ആ അറ്റാക്കിന്റെ ഭാഗമാകുകയും ചെയ്യുകയാണ്. അടുത്ത 2-3 മണിക്കൂർ ആ യുദ്ധം നീണ്ടു നിൽക്കുകയാണ്. ഒരുപാട് മോൺസ്റ്റേഴ്സ് ആണ് റീഗന്റെയും ആ ടിറ്റുയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി 4 പേരും ഇരുഭാഗത്തുമുണ്ട്. ഇതിന് തൊട്ട് പുറകിലായിട്ടാണ് മാർക്ക് നിൽക്കുന്നത്. ഒരു പ്രത്യേക കോമ്പിനേഷൻ അങ്ങനെ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ആ കോമ്പിനേഷനെ അറ്റാക്ക് ചെയ്യാനായി മോൺസ്റ്റേഴ്സിന് എല്ലാവിധ ശ്രമം ഉണ്ടെങ്കിലും ആ ശ്രമം ഒന്നും വിജയിക്കുന്നില്ല. മാർക്ക് ഇതിനിടയിൽ കൗതുകപൂർവ്വം നോക്കുന്നത് ആ ഫ്ലെയിം ഡീമനെയാണ്. ഫ്ലെയിം ഡീമൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ യുദ്ധകളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആ ഡെത്ലി കിങ്ങും അതുപോലെ ഡ്രാക്വയും. ആ 3 പേരും അതിശക്തരായ മോൺസ്റ്റേഴ്സ് യോദ്ധാക്കളാണ്. ഗോഡ്ലി കിങ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആ 3 സംഘം ഇതുവരെയും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അവരവരുടെ പടയാളികളെ ഉപയോഗിച്ച് മാർക്കിനെയും ടീമിനെ തളർത്താനാണ് നോക്കുന്നത്. മാർക്കിനൊപ്പമുള്ള ടീമിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നതിന്റെ അളവ് കൂടിയതും ഫ്ലെയിം ഡീമൻ മുന്നോട്ട് കുതിച്ചു. 2 സ്റ്റെപ്പ് മുന്നോട്ട് കുതിച്ച ഫ്ലെയിം ഡീമൻ അയാളുടെ കാല് തറയിൽ നിന്ന് ആഞ്ഞു ചവിട്ടിയതും സകല സ്ഥലത്തു നിന്നും തീ മുകളിലേക്ക് ഉയർന്നു തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ടും റീഗനും കൂടുള്ളവർക്കും മനസ്സിലാക്കിയതിനു മുന്നേ ആ എൻ്റെ സമതലത്തിലുമായി 100 കണക്കിന് തീ ഗോളങ്ങൾ, തീ ജ്വാലകൾ ആ തറയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ശരിക്കും ആ തറയ്ക്കുള്ളിൽ വളരെ ഉള്ളിലായി അഗ്നിപർവ്വതങ്ങളോ ലാവയോ മാഗ്നോ ഒക്കെ ഉണ്ട്. അതിനെ വളരെ അനായാസം ആ തറയിലൂടെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ ഇവിടെ ആ ഫ്ലെയിം ഡീവന് പറ്റുകയാണ്. അയാൾക്ക് ലാവ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അയാളുടെ കൈയുടെ ആക്ഷൻ ഏത് വശത്തേക്കാണോ നീങ്ങുന്നത് ആ ഭാഗത്ത് തറയിൽ നിന്ന് ലാവ മുകളിലേക്ക് ഉദിച്ചു വരികയാണ്. ആ ലാവ ആ 7 അംഗ ടീമിനെയും ഇപ്പൊ പൂർണ്ണമായും വളഞ്ഞു എന്ന് പറയാം. ഈ സമയത്ത് ക്യൂനയുടെ സഹോദരിയും ചേർന്ന് കൈകൾ അനക്കിയതും അവരുടെ തലയ്ക്ക് മുകളിലായി ഒരു വലിയ ബാരിയർ പ്രത്യക്ഷപ്പെട്ടു. വിൽ സെക്ഷന്റെ ശരിക്കും ഒരു വിൽ പവർ നമുക്ക് അവിടെ കാണാം. 2 പേരും കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈയുടെ മുകളിലായി ശക്തമായ ഒരു ബാരിയർ മാർക്കിനെ ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ ബാരിയറുകൾ ഇപ്പോ തറയുന്ന മുകളിലേക്ക് കുതിച്ചിരിക്കുന്ന ആ തീജ്വാലകൾ മോൺസ്റ്റേഴ്സായി രൂപപ്പെട്ടപ്പോൾ അവരുടെ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നുണ്ട്. ശരിക്കും മാർക്കിന്റെ സംഘത്തിന് ചുറ്റുമായി രൂപപ്പെട്ട ആ കിണറുകൾ പോലെയുള്ള തീജ്വാലകൾ പൂർണ്ണമായും മോൺസ്റ്റേഴ്സായി മാറിയ ആ നിമിഷത്തിൽ അവരുടെ കൈകളിൽ നിന്ന് ചലിച്ചതും മാർക്കിന്റെയും ടീമിനു നേരെ തീജ്വാലകൾ പാഞ്ഞു വരികയാണ്. ഇതൊക്കെ അതിവേഗതയിലാണ് സംഭവിക്കുന്നത്. ആ വേഗത ഉൾക്കൊണ്ടുകൊണ്ട് അതിവേഗതയിൽ തന്നെ ആ സഹോദരിമാർ ഒരു ഷീൽഡ് അവരുടെ തലയ്ക്ക് മുകളിൽ സൃഷ്ടിച്ചു. അതേപോലെ തന്നെ ഒരു ഷീൽഡ് ബോഡിക്ക് ചുറ്റും ഉണ്ടാവുകയാണ്. ആ 2 സഹോദരിമാരും ചേർന്ന് ഏകദേശം ഒരു 10 മീറ്റർ സ്ക്വയറിൽ ഒരു ബൗണ്ടറി തീർത്തിരിക്കുകയാണ്. ആ ബൗണ്ടറിയിലേക്കാണ് ഇപ്പോ അതിശക്തമായ ഫ്ലെയിംസ് വന്ന് ഇടിക്കുന്നത്. ഫ്ലെയിം ഡീമൻ 2 കൈകളും പുറകിൽ കെട്ടി ആ 2 ഗോഡ്ലി കിങ്ങുകൾക്കും ഇടയിലായി അങ്ങനെ നിൽക്കുകയാണ്. ഒരു വശത്ത് ടൈറ്റനും മറുവശത്ത് ഡ്രാക്കോയും അങ്ങനെ നിൽക്കുമ്പോൾ ഫ്ലെയിം ഡീമൻ പുറകിൽ കെട്ടിക്കുന്ന കൈകൾ പതുക്കെ വിടർത്തി. കൈ വിടർത്തിയ ഫ്ലെയിം ഡീമൻ ആ ബാരിയറിനെ ആക്രമിച്ച് പരാജയപ്പെടുന്ന ആ മോൺസ്റ്റേഴ്സിനെ ഒന്ന് നോക്കിയിട്ട് അയാളുടെ കൈ ഒന്ന് അനക്കി. പെട്ടെന്ന് ശക്തമായ ഊർജം താഴെ തറയുന്ന വീണ്ടും ആ മോൺസ്റ്റേഴ്സിന്റെ പുറത്തേക്ക് ഇടിച്ചു കയറുകയാണ്. അവരുടെ ശക്തി വർദ്ധിച്ചു എന്നുള്ള കാര്യം ഷീൽഡിൽ വീഴുന്ന ഇടിയിൽ നിന്ന് മാർക്കും കൂട്ടറും മനസ്സിലാക്കുകയും ചെയ്തു. അതിവേഗതയിലാണ് ആ ഷീൽഡ് തകർന്നതും ക്യൂനയും അവളുടെ സഹോദരിയും ഒരേ സമയത്ത് കൈകളും നനക്കി. ആ നിമിഷം തന്നെ അവരുടെ 2 പേരുടെ കൈകളിൽ 2 രക്ഷാ ചാർട്ടുകൾ വന്നു. ചതുരത്തിൽ ഒരു കോളം വരച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയോ വരയ്ക്കുകയും കുറിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന 2 ചാർട്ട് പേപ്പറുകളാണ് അവരുടെ കയ്യിലേക്ക് വന്നത്. ആ ചാർട്ട് പേപ്പറുകൾ ഇരുവരും തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന ആ തീ ഗോളങ്ങൾക്ക് നേരെ പിടിച്ചതും ആ ചാർട്ട് പേപ്പറുകൾക്ക് തീ പിടിച്ചതുപോലെയായി.
പെട്ടെന്ന് ആ ചാർട്ടുകൾക്ക് വലിപ്പം വെക്കുകയും പ്രകാശം ഉണ്ടാവുകയും ആ പ്രകാശം തീജ്വാലയായി മാറുകയും ചെയ്തു. അവർക്ക് നേരെ പാഞ്ഞു വരുന്ന ആ തീജ്വാലയെ തീജ്വാല കൊണ്ട് ഇവർ നേരിടുകയാണ്. ശരിക്കും അവിടെ ആ രണ്ട് സഹോദരിമാരും ചേർന്ന് റീഗനും ടിറ്റോയ്ക്കും കുറച്ച് സമയം നേടിക്കൊടുക്കുകയാണ്. ആ സമയം അത് മതിയായിരുന്നു റീഗനും അതുപോലെ ടിറ്റോയ്ക്കും. രണ്ടുപേരും ആ ബാരിയർ മറികടന്നുകൊണ്ട് വീണ്ടും മോൺസ്റ്റേഴ്സ് നേരെ കുതിച്ചു. തറയിൽ നിന്ന് തീ വഴി ശക്തി ആർജിക്കുന്ന ആ മോൺസ്റ്റേഴ്സിന് നേരെ പാഞ്ഞു ചെല്ലുന്ന റീഗനും ടിറ്റോയും ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ അരിഞ്ഞു വീഴ്ത്തി തുടങ്ങി. ആ മോൺസ്റ്റേഴ്സിലേക്ക് ഊർജം കൊടുക്കുന്ന പ്രക്രിയയുമായി ഈ സമയത്ത് സാക്ഷാൽ ഫ്ലെയിം ഡീമൻ അയാളുടെ മോൺസ്റ്റർ കുഞ്ഞുങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്ന റീഗനെയും അതുപോലെ ടിറ്റോയും നോക്കി കാണുന്നുണ്ട്. അയാൾ അവരെ നോക്കിയിട്ട് വീണ്ടും രണ്ട് കൈയും ഒന്ന് അനക്കിയതും താഴ്ന്ന് പൊങ്ങി വരുന്ന ആ തീജ്വാലയുടെ അളവങ്ങ് കൂടി. നേരത്തെ തന്നെക്കാൾ 10 മടങ്ങ് തീജ്വാലയാണ് കൂടി വരുന്നത്. മാർക്ക് ആ കാഴ്ച കണ്ടു. തീജ്വാലകൾ ഈ ശൈലിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും അവർക്ക് മുന്നോട്ട് പോകാനാവില്ല. മുന്നോട്ട് പോകാനാകില്ല എന്ന് മാത്രമല്ല, ജീവനോടെ രക്ഷപ്പെടാനും പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന അതേ നിമിഷത്തിൽ അവർ നിന്ന ആ സ്ഥലം ഏതാണ്ട് പൂർണ്ണമായും തീ കൊണ്ട് അങ്ങ് മൂടപ്പെട്ടു. ഒരു സെന്റിമീറ്റർ പോലും ഗ്യാപ്പ് ഇല്ലാത്ത ശൈലിയിൽ ആ എൻറ്റയർ സ്ഥലത്തിന് ചുറ്റുമായി തീ അങ്ങ് ആളിപ്പടരുകയാണ്. ആ തീ ആളിപ്പടരുമ്പോഴും മാർക്ക് ഫില്ലർക്ക് ആ തീക്കുള്ളിലൂടെ കുറച്ച് മാറി നിൽക്കുന്ന ആ ഫ്ലെയിം ഡീവനെ കാണാം. ആ ഫ്ലെയിം ഡീവന്റെ കൗതുകത്തോടുള്ള കൈ അനക്കത്തിന്റെ ഫലമായിട്ടാണ് ആ തീ ആളിപ്പടരുന്നത്. അയാൾ സൃഷ്ടിച്ചിരിക്കുന്നത് ശരിക്കും ഒറിജിനൽ തീയാണ്. ആ തീ ഉണ്ടാക്കാനും നിയന്ത്രിക്കാനും ആ തീ കൊണ്ട് ആളുകളെ ആക്രമിക്കാനും ആ ഫ്ലെയിം ഡീവന് നിഷ്പ്രയാസം പറ്റും. ഫ്ലെയിം കൊണ്ട് തീ കൊണ്ട് കളിക്കുന്ന ചെകുത്താൻ, അതാണല്ലോ ഫ്ലെയിം ഡീമൻ. ആ ഫ്ലെയിം ഡീമൻ കൗതുകത്തോടെ മാർക്കിനെയും കൂട്ടരെയും നോക്കിയിട്ട് കൈ ഒന്നുകൂടി അനക്കിയതും അവർക്ക് ചുറ്റുമുള്ള തീയുടെ അളവ് പിന്നെയും കൂടി. നേരത്തെ തന്നെക്കാൾ 10 മടങ്ങ് ശക്തിയിൽ തീ കൂടുകയാണ്. ഈ സമയത്തും റീഗനും ടിറ്റോയും ആ ബാരിയർ മറികടന്നുകൊണ്ട് ആ മോൺസ്റ്റേഴ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്ലെയിം ഡീമൻ കണ്ടു. ഫ്ലെയിം ഡീമൻ വളഞ്ഞു വെച്ചിരിക്കുന്ന മാർക്കിനും ടീമിനിടയിൽ കുറെ തുറസായ സ്ഥലമുണ്ട്. അവിടെയാണ് ആ ഫൈറ്റ് നടക്കുന്നത്. ടിറ്റോയും റീഗനും ചേർന്ന് മോൺസ്റ്റേഴ്സിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ലിങ്ങും ഹാങ്ങും മാർക്കും ക്യൂനയും ഷെൻക്യൂറയും ഉൾപ്പെടെയുള്ള ആ സംഘം ആ ബാരിയറിനകത്താണ്. ആ ബാരിയർ തകർത്ത് ഫ്ലെയിം അകത്ത് കയറുമ്പോഴേക്കും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. അത് അവരെ നോക്കിയ ഫ്ലെയിം ഡീമൻ അറിയാം. ഫ്ലെയിം ഡീമൻ ആ സെൻട്രലിൽ കാണുന്ന തീജ്വാല വട്ടത്തിലേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം മോൺസ്റ്റേഴ്സിനെ ആക്രമിക്കുന്ന റീഗനെ ടിറ്റോയും നോക്കി. അതിനുശേഷം ആ ഫ്ലെയിം ഡീമൻ കൈ ഒന്ന് അനക്കിയതും തീജ്വാല ആകാശത്തേക്ക് ഉയർന്നു. എവിടെ നിന്നാണ് തീജ്വാല ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ആർക്ക് പറയാൻ കഴിയില്ല. അയാളുടെ കൈ അനങ്ങുന്ന അനുസരിച്ച് തറയിൽ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും തീജ്വാല മുകളിലേക്ക് വരും. തറയ്ക്കുള്ളിൽ വളരെ ഉള്ളിലായി ആ ഗ്രഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന ലാവ അയാളുടെ കൈ ചലനത്തിനനുസരിച്ച് മുകളിലേക്ക് പാഞ്ഞു വരികയാണ്. അവിശ്വസനീയമായ ആ കപ്പാസിറ്റി മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പൊടിയാണ് കണ്ടത്. ആ ലാവ ഫ്ലെയിമാണ് ആകാശത്തേക്ക് ഉയർന്നത്. ആ ലാവ ഫ്ലെയിം പെട്ടെന്ന് റീഗനെയും അതുപോലെ ടിറ്റോയും വളഞ്ഞു. ഇപ്പോ 2 വട്ടങ്ങളിലായി ആ 7 ടീം വളയപ്പെട്ടിരിക്കുകയാണ്. അവരെ വളഞ്ഞിരിക്കുന്നത് അതിശക്തമായ ഫ്ലെയിംസ് ആണ്. ഷെൻക്യൂനെയും കൂടെയുള്ള അവളുടെ സഹോദരിയും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ തീയെ തടുത്തു നിർത്താൻ. ഈ കാഴ്ച കാണുന്ന ഹാങ്ങും അവന്റെ അങ്കിൾ ലിയാങ്ങും പെട്ടെന്ന് ആ ബാരിയർ തകർത്ത് ഡീവനെ ആക്രമിക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ്. പക്ഷേ ബാരിയർ തകർത്ത് മുന്നോട്ട് പോയാൽ അവർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ക്യൂന അവരെ ഓർമ്മിപ്പിച്ചതും അവര് ലേശ വിഷമത്തോടെ മുകളിൽ നടക്കുന്ന ആ യുദ്ധം കാണുകയാണ്. മുകളിൽ റീഗനും ടിറ്റോയും ഏതാണ്ട് വളയപ്പെട്ടിരിക്കുകയാണ്. അവരെ വളഞ്ഞുകൊണ്ട് ആ തീജ്വാല പതുക്കെ പതുക്കെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീജ്വാല അടുക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാം വെന്ത് വെണ്ണീറാവുമല്ലോ. അകത്തുള്ള ടിറ്റോയ്ക്കും അതുപോലെ റീഗനും പുറത്തു കിടക്കാൻ കഴിയാത്ത ശൈലിയിൽ ആകാശം പോലും കവർ ചെയ്തുകൊണ്ടാണ് ആ തീജ്വാല അവരുടെ അടുത്തേക്ക് വരുന്നത്. അതേ ടെക്നിക്ക് തന്നെ മാർക്കിനെയും കൂട്ടരെയും ഞെരിക്കുന്നതിനും ഫ്ലെയിം ഡീമൻ ഉപയോഗിച്ചു. 2 ഗോളങ്ങൾ അയാൾ 2 കൈകൾ കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയാം. ഒരു സ്ഥലത്ത് മാർക്കിനെയും കൂട്ടരെയും ഒരു ഗോളത്തിനുള്ളിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആകാശത്താണ് അതേ ഗോളം അയാൾ സൃഷ്ടിക്കുന്നത്. രണ്ടും തീ കൊണ്ട് ഉണ്ടാക്കുന്നത്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ഗോളത്തെ ഇപ്പോ മാർക്ക് കൃത്യമായി കാണുന്നുണ്ട്. ആ ഗോളം അടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ടതും മാർക്ക് കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ ആ ഗോസ്റ്റ്ലി ഈവിളായി പ്രത്യക്ഷപ്പെട്ടു. ഈവിളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പച്ച നിറത്തുള്ള വാള് കയ്യിൽ വന്നതും മാർക്ക് ആ വാളെടുത്ത് തറയിൽ ആഞ്ഞൊരൊറ്റ കുത്തു. തീജ്വാല കൊണ്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗോളത്തിനകത്താണ് മാർക്ക് ഫെല്ലറും ടീമും. അതിനകത്തുള്ള തറയിലേക്കാണ് മാർക്ക് ഫെല്ലർ ആ വാള് ആഞ്ഞു കുത്തിയത്.
ആ വാള് ആഞ്ഞു കുത്തിയ ആ നിമിഷത്തിൽ ആ വാള് പതിച്ച തറയിൽ നിന്ന് ഇഷ്ടംപോലെ തരംഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും അതിവേഗം വ്യാപിച്ചു തുടങ്ങി. പവർഫുള്ളായ ആ വേവ്സ് മാർക്കിനെയും കൂട്ടരെയും ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോളത്തിന്റെ തറയിലെ ഭാഗത്തേക്ക് ഇടിച്ച് കയറിയതും ആ തീജ്വാലകൾ ചിതറി. ആ തീജ്വാലകൾ ചിതർന്ന അതേ നിമിഷത്തിൽ ആ വേവ്സ് 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മാർക്കിനെയും കൂട്ടരെയും വളഞ്ഞിരിക്കുന്ന ആ തീജ്വാല അനവധി ഡീമൺ സൈസ്ഡ് മോൺസ്റ്റേഴ്സിന്റെ ബോഡിയുമായി കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ബോഡി ചിതറിച്ചുകൊണ്ട് ആ തരംഗങ്ങൾ മുന്നോട്ട് പായുമ്പോൾ ടിറ്റോയും അതുപോലെ റീഗനെയും ആകാശത്തോടെ വളഞ്ഞിരിക്കുന്ന ആ ഗോളങ്ങൾക്ക് താഴെയുള്ള വേരിലേക്ക് ആ തരംഗങ്ങൾ ഇടിച്ചു കയറി. സ്വാഭാവികമായിട്ട് ആ വേരറ്റു. അതിവേഗതയിൽ ആ തരംഗം എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചതും മാർക്കിനെയും കൂട്ടരെയും കവർ ചെയ്ത ആ തീജ്വാലയും അതുപോലെ ടിറ്റോയും റീഗനെയും കവർ ചെയ്ത തീജ്വാലയും പെട്ടെന്ന് അങ്ങ് പിൻവലിക്കപ്പെട്ടു. ഫ്ലെയിം ഡീമന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ സമയത്ത് റീഗനും അതുപോലെ ടിറ്റോയും മാർക്കിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. മാർക്ക്, ആ അറ്റാക്ക് എന്തായാലും നന്നായി. അങ്ങനെ റീഗൻ പറയുമ്പോൾ ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈവിൾ ഐ ഉപയോഗിച്ച് ഗോസ്റ്റ് സോഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. അതിനകത്ത് ഗോസ്റ്റ് എനർജിയാണ് കൂടുതൽ വരുന്നത് എന്ന് പറയുമ്പോൾ സോൾ എനർജിയാണ്. സോൾ എനർജി ഉപയോഗിക്കുമ്പോൾ ഒരു തിരിച്ചടി ചിലപ്പോൾ ഉണ്ടായേക്കും. മാർക്കിന് അറിയാവുന്ന ഒരു കാര്യമാണ് ശരിക്കും ടിറ്റോ മാർക്കിനോട് പറഞ്ഞത്. മാർക്ക് ആ പച്ച സോഡ് തറയിൽ കുത്തുക മാത്രമാണ് ചെയ്തത്. മാർക്ക് ആ സോഡ് കയ്യിൽ നേരത്തെ എടുക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സോഡ് മാർക്കിന്റെ കയ്യിൽ ഉള്ള കാര്യം അവർക്കാർക്കും അറിവുള്ളതല്ല. പക്ഷെ പെട്ടെന്ന് മാർക്ക് തറയിൽ ആ സോഡ് ആഞ്ഞു കുത്തിയപ്പോൾ അതിന്റെ ഭൂതവും പശ്ചാത്തലവും ഒക്കെ കൃത്യമായിട്ട് ടിറ്റോ അനലൈസ് ചെയ്തിരിക്കുകയാണ്. ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ജി കുടുംബത്തിന്റെ ഗോസ്റ്റ് സോഡാണ് അല്ലേ? ഇതിന് സോളുകളെ അട്രാക്ട് ചെയ്യാൻ കഴിയും. മാർക്ക്, എപ്പോഴും നിനക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ശക്തരായ സോളുകളെ വലിച്ചെടുക്കാൻ ഈ സോഡിന് പറ്റും. പക്ഷെ ആ നിമിഷത്തിൽ ആ സോളുകൾ നിന്റെ ബോഡിയിൽ നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എപ്പോഴും ശ്രദ്ധിക്കണം. മിസ്റ്റീരിയസ് സോഡ് സെക്ഷന്റെ ആ 2 ചെറുപ്പക്കാരും അതിശക്തരായ യോദ്ധാക്കളാണെന്ന് അവരുടെ നേരത്തെയുള്ള ആ യുദ്ധം കണ്ടപ്പോൾ മാർക്കിന് തോന്നിയിരുന്നു. ഇപ്പോ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ആ വാളുമായി ബന്ധപ്പെട്ട അതിന്റെ ഭൂതവും വർത്തമാനവും ഒക്കെ പറയാൻ എളുപ്പം ടിറ്റോയ്ക്ക് പറ്റിയിരിക്കുകയാണ്. മാർക്ക് ടിറ്റോയോട് താങ്ക്സ് പറയുമ്പോഴേക്കും ഫ്ലെയിം ഡീമന്റെ അടുത്ത അറ്റാക്ക് ആരംഭിച്ചു. ഈ പ്രാവശ്യം ഫ്ലെയിം ഡീമൻ കൈകൾ അനക്കിയതും അനവധി ഫ്ലെയിം ഡ്രാഗണുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. മോൺസ്റ്റേഴ്സ് ആണ് അവരെങ്കിലും, പക്ഷെ എല്ലാവരും ഡ്രാഗൺ രൂപത്തിലാണ്. നീളമുള്ള വാലും 2 ചിറകുകളും ഡ്രാഗന്റെ മുഖത്തെ അനുസ്മരിപ്പിക്കുന്ന മുഖവുമുള്ള ഒത്തിരിയേറെ ഡ്രാഗണുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതും അവ ആ 7 പേർക്ക് നേരെ തിരിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും എതിരാളിക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അറ്റാക്ക് ചെയ്യുക എന്നതാണ് ഫ്ലെയിം ഡീമന്റെ തിയറി എന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. അവർക്ക് നേരെ പാഞ്ഞു വരുന്ന മോൺസ്റ്റേഴ്സ് ഒക്കെ തീ തുപ്പുകയാണ്. നേരത്തെ വന്ന തീ ജ്വാലയേക്കാൾ പവർഫുൾ ആണ് ഇപ്പോൾ ആ ഡീമൺ ഡ്രാഗണുകളുടെ വായിലൂടെ പുറത്തു വരുന്ന ആ തീജ്വാലകൾക്കുള്ളത്. അവ മാർക്കിനെയും കൂട്ടരെയും കത്തിച്ച് ചാമ്പലാക്കും എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് വരുന്നത്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ആ ഗ്രീൻ സോഡ് എടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വീശി. മാർക്കിന് നേരെ പാഞ്ഞു വന്ന ആ എൻറ്റിയർ മോൺസ്റ്റേഴ്സിന്റെയും സോളിലേക്കാണ് ശരിക്കും ആ അറ്റാക്ക് തറഞ്ഞു കയറുന്നത്. മാർക്ക് ആ ഗ്രീൻ സോഡ് തറയുന്ന വലിച്ചൂരി വായിൽ വെറുതെ ഇങ്ങനെ വീശിയതേ ഉള്ളൂ. മാർക്ക് ഒരു വൃത്താകൃതിയിൽ ആ വാള് വീശിയതും മാർക്ക് ഫെല്ലറിൻ ടീമിനെ അറ്റാക്ക് ചെയ്യുന്ന ആ എൻറ്റിയർ മോൺസ്റ്റേഴ്സിന്റെയും ബോഡിയിലൂടെ ഒരു പ്രകാശം അങ്ങനെ കടന്നുപോയി. ഒരു പച്ച പ്രകാശം. ആ പച്ച പ്രകാശം ആ ഡ്രാഗണുകളുടെ ബോഡിയിലൂടെ കടന്നുപോയതും ആ ഡ്രാഗണുകൾ പെട്ടെന്ന് ഒരു അലർച്ചയോടെ താഴേക്ക് വീണു. താഴേക്ക് ആ ഡ്രാഗണുകളുടെ ബോഡി മാത്രമാണ് വീണത്. അവരുടെ സോള് ഇത് അന്തരീക്ഷത്തിൽ ഒരു ദിശ ലക്ഷ്യമാക്കി മൂവ് ചെയ്യാണ്. ആ ലക്ഷ്യം മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്ന ആ സോളുകൾ മാർക്കിന്റെ കൈവശമുള്ള ആ വാളിലേക്ക് ലയിച്ചു ചേരുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ച വളരെ വളരെ അടുത്ത് നിന്ന് ഷെൻക്യൂന വ്യക്തമായും കണ്ടു. അവളുടെ കണ്ണിങ്ങനെ തള്ളി വരികയാണ്. അവളും അവളുടെ സഹോദരിയും ഡിവൈൻ വിൽ സെക്ഷനിൽ ഒത്തിരിയേറെ മാജിക്കൽ ആർട്ടിഫാക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഒത്തിരിയേറെ സ്പെല്ലുകൾ പഠിച്ചവരുമാണ്. പക്ഷെ ഈ ശൈലിയിൽ എതിരാളിയുടെ സോളിനെ ബോഡിയിൽ നിന്ന് വലിച്ചു പറിച്ചെടുത്ത് എതിരാളിയെ നിശ്ചലമാക്കുന്ന ആ കളി അവര് ഇതിനു മുമ്പേ കളിച്ചിട്ടില്ല. അവരുടെ മുന്നിൽ അവർ കാണുന്നത് അതാണ്. മാർക്ക് ഫെല്ലറുടെ അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ആ കപ്പാസിറ്റിയിൽ മാർക്കിനെയും ടീമിനെ ആക്രമിച്ച മുഴുവൻ മോൺസ്റ്റേഴ്സും താഴെ വീണു. ഒരു മോൺസ്റ്ററുടെ ബോഡിയിലും ഒരു അനക്കവുമില്ല. ആ മോൺസ്റ്റേഴ്സിന്റെ ബോഡി മാർക്കിനും ടീമിനും അടുത്തായി ചുറ്റും ചിതറി വീണതും
ആ ഫ്ലെയിം ഡീമന്റെ കൈ ഒന്ന് മുകളിലേക്ക് ഉയർന്നു. ആ കൈ മുകളിലേക്ക് ഉയർന്നതും ആ കയ്യിൽ നിന്ന് അതിശക്തമായ ഒരു ഫ്ലെയിം മുകളിലേക്ക് കൂടെ ഉയരുകയും ചെയ്തു. ആകാശത്തേക്ക് അതങ്ങനെ ഇടിച്ചു കയറി എന്ന് പറയാം. തിരിച്ച് ആ നിമിഷത്തിൽ തന്നെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി. ആകാശത്തേക്ക് പോയ ആ പ്രകാശം അനവധി കഷ്ണങ്ങളായി താഴേക്ക് ചിതറി താഴെ വീണ മോൺസ്റ്റേഴ്സിന്റെ പുറത്തേക്ക് വന്ന് പതിച്ചു. ആ നിമിഷത്തിൽ ആ മോൺസ്റ്റേഴ്സ് എല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അവയൊക്കെ കത്തിച്ചാമ്പലായതാണോ അതോ അവയെ ആരെങ്കിലും പിൻവലിച്ചതാണോ ചോദിച്ചാൽ മാർക്കിന് ഒരു പിടിയില്ല. പക്ഷെ മാർക്കും കൂടുതലുള്ള ആളുകളും നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് ആ കാഴ്ച കണ്ടത്. ആ മോൺസ്റ്റേഴ്സിന്റെ പുറത്ത് ആ പ്രകാശം പതിച്ചതും അവയെല്ലാം അപ്രത്യക്ഷമാവുകയായിരുന്നു. മാർക്ക് അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ മാർക്കിനൊപ്പമുള്ള ക്യൂന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിൽ അതിശയിക്കാനൊന്നുമില്ല. ആ ഫ്ലെയിം ഡീമന്റെ കൂടെ അവർ രണ്ടുപേരും നിൽക്കുകയല്ലേ. ആ മൂവർ സംഘം ശരിക്കും ശക്തരാണ്. അവരുടെ ശക്തി നമ്മുടെ ശക്തിക്ക് തുല്യമല്ലാത്തത് കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ നമ്മളെ നേരിടാത്തത്. ക്യൂനയ്ക്ക് ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ക്യൂന ഉൾപ്പെടെയുള്ള ടീമിനേക്കാൾ ശക്തരാണ് ആ നിൽക്കുന്ന 3 പേരും. അവർ പക്ഷേ അവരെക്കാൾ ശക്തി കുറഞ്ഞ ആളുകളെ നേരിട്ട് എതിരിടാൻ ഒരു മടി കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മോൺസ്റ്റർ ശിഷ്യന്മാർ മാത്രം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം മാർക്കിനും നേരത്തെ തോന്നിയതാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഫ്ലെയിം ഡീമൻ മുകളിലേക്ക് കുതിച്ചു കഴിഞ്ഞു. തറയിൽ നിന്നുള്ള അറ്റാക്കൊക്കെ അയാൾ മതിയാക്കുകയാണെന്ന് തോന്നുന്ന ശൈലിയിൽ മുന്നോട്ട് കുതിച്ച് അയാൾ പെട്ടെന്നാണ് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഉൽക്ക വീഴുമ്പോൾ പാഞ്ഞു വരുന്നത്. ശക്തമായ പ്രഷറും അതിശക്തമായ പ്രകാശവുമായി ആ ഫ്ലെയിം ഡീമൻ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ഒരു അപകടം മാർക്കിനൊപ്പമുള്ള സകല ആളുകളും മുന്നിൽ കാണുകയാണ്. ഫ്ലെയിം ഡീമനുമായി അറ്റാക്ക് ചെയ്ത് വിജയിക്കാൻ കഴിയുന്നില്ല, ഫ്ലെയിം ഡീമനെ അറ്റാക്കിൽ തോൽപ്പിക്കാൻ അവർക്കാർക്കും കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അവര് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പിന്മാറിക്കോ. വളരെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ അവരുടെ മിഷൻ അബാൻ ചെയ്തുകൊണ്ട് ഓടി രക്ഷപ്പെടാനാണ് മാർക്കിനൊപ്പമുള്ള കക്ഷികൾ മാർക്കിനോട് പറഞ്ഞത്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന ഫ്ലെയിം ഡീമിന് നേരെ കുതിക്കുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും മുമ്പ് മാർക്കിന്റെ ആ ഗ്രീൻ സോഡ് ആ ഫ്ലെയിം ഡീമിനെ ആഞ്ഞ് വെട്ടുകയും ചെയ്തു. അതിശക്തമായ ആ സോഡിൽ നിന്ന് അതിലേറെ ശക്തമായ ഒരു സോഡ് ലൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഉൽക്ക പോലെ പാഞ്ഞു വരുന്ന ആ ഫ്ലെയിം ഡീമന്റെ ബോഡിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഫ്ലെയിം ഡീമന്റെ ബോഡി ഒന്ന് തിളങ്ങി. ശരിക്കും അയാളുടെ എൻറ്റയർ ബോഡിയിൽ നിന്നും തീജ്വാല പുറത്തേക്ക് വമിക്കുകയാണ്. ആ തീജ്വാലയിൽ അയാൾ മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ബോഡിയിലെ പല സംഭവങ്ങളും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. മാർക്ക് ഹെക്ടറ്റിങ്ങിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആ കൈയിലൂടെയും യുദ്ധത്തിൽ ഹെക്ടറ്റിങ്ങിനെ നേരിട്ട് വിലയിരുത്തി നേടിയ അറിവിലൂടെയും മോൺസ്റ്ററൈസിന്റെ ആക്ടിവേഷൻ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെർഡിയൻ ടെക്നിക്കുകൾ ഏതാണ്ട് പഠിച്ചു എന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിൽ മോൺസ്റ്ററൈസിന്റെ മെർഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തതും അതേ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കണിക പോലെ വന്നു കിട്ടിയ ആ സാത്താന്റെ, അതായത് ഡീമന്റെ മെർഡിയൻ സർക്കുലേഷൻ ടെക്നിക്കും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാർക്ക് സോൾ ടോർമെന്റ് ടെക്നിക്കും അതേ സമയത്ത് ചാലുവാക്കുകയാണ്. സോൾ ടോർമെന്റ് ടെക്നിക്കിലൂടെ ചുറ്റുമുള്ള മോൺസ്റ്റേഴ്സിന്റെ ആത്മാക്കളെ സോളിനെ വലിച്ചെടുക്കുന്ന മാർക്ക് അവരുടെ ഡിവൈൻ സെൻസും അവരുടെ വൈറ്റൽ എനർജിയൊക്കെ വലിച്ചെടുക്കുകയാണ്. മാർക്കിന്റെ എതിരാളികളായിട്ടുള്ള മോൺസ്റ്റേഴ്സ് തലങ്ങും വിലങ്ങും താഴേക്ക് വീഴുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ 3 എനർജികൾ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ആ സോൾ ടോർമെന്റ് ടെക്നിക്കിന്റെ സോൾ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയിൽ മാർക്കിന് ഉള്ളിലേക്ക് കടന്നു കയറുന്ന സോളും ഡിവൈൻ സെൻസും വൈറ്റൽ എനർജിയും ഒരു ഭാഗത്തും ഇതിനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഡീമൻ സർക്കുലേഷൻ ടെക്നിക്കും അതുപോലെ മോൺസ്റ്റർ സർക്കുലേഷൻ ടെക്നിക്കും മറുഭാഗത്തും. ശരിക്കും മാർക്കിന്റെ ബോഡിക്കകത്ത് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരു വല്ലാത്ത ഓറ മാർക്കിന് ചുറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് മാത്രം അറിയുന്നില്ല ആ ഓറ മാർക്കിന് ചുറ്റും ഉണ്ടായത്. മാർക്കിന്റെ ബോഡി പൂർണ്ണമായും ഒരു നീല പ്രകാശത്താൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിലെ ഡീമൻ എനർജിയും അതുപോലെ മോൺസ്റ്റർ എനർജിയും മാർക്കിന്റെ ഒറിജിനൽ എനർജിയുമായി ഏതാണ്ട് ഒരു ഫൈറ്റിലാണ്. അല്ലെങ്കിൽ അത് 3 ചേർന്ന് ഒരുമിച്ച് മാർക്കിനെ തന്നെ നേരിടുന്നു പറയാം. തൽഫലമായി മാർക്കിനുള്ളിൽ ആ 3 എനർജി കൂട്ടിമുട്ടുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ വൻ സ്ഫോടനങ്ങൾ നടക്കുകയാണ്. ശരിക്കും ലോകം മുഴുവൻ പൊട്ടിത്തെറിക്കത്തക്ക
കപ്പാസിറ്റിയുള്ള ഊർജ്ജ വിസ്ഫോടനമാണ് മാർക്കിന്റെ ഉള്ളിൽ നടക്കുന്നത്. ന്യൂക്ലിയർ സ്ഫോടനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. മാർക്കിന്റെ ബോഡിക്കുള്ളിലെ ഡീമൺ എനർജിയും മോൺസ്റ്റർ എനർജിയും മാർക്കിന്റെ കയോട്ടിക് എനർജിയും ഒരുമിച്ച് മാർക്കിന്റെ ഡാൻറ്റൈൻ പോയിന്റിൽ നിന്ന് 6 അക്യു പോയിന്റിലേക്കും ബാക്കിയുള്ള മെറിഡിയൻ പോയിന്റുകളിലേക്കും അതിവേഗം പായുമ്പോൾ അതിനെ മാർക്ക് അതേ വേഗതയിൽ സർക്കുലേറ്റ് ചെയ്യാണ്. മാർക്കിന്റെ എൻറ്റയർ ഊർജ്ജവും മാർക്കിന്റെ ഡാൻറ്റൈൻ പോയിന്റിൽ നിന്ന് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം ചലിക്കുമ്പോൾ പുറത്ത് ആ ഫ്ലെയിം ഡീമൺ മാർക്കിനെ അതിശക്തമായി അറ്റാക്ക് ചെയ്യാണ്. അയാൾ മാർക്കിനെ മാത്രമല്ല മാർക്കിനൊപ്പമുള്ള എൻറ്റയർ ടീമിനെ അറ്റാക്ക് ചെയ്യാണ്. അയാളുടെ ഇതുവരെയുള്ള രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുകയാണ്. കൈകൾ ചലിക്കാതെ തന്നെ അയാൾക്ക് അയാളുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഫ്ലെയിം സൃഷ്ടിക്കാൻ പറ്റുകയാണ്. ഇഷ്ടംപോലെ തീ സ്വാഭാവികമായിട്ടും അയാളുടെ ചുറ്റും നിന്നുണ്ടായി മാർക്കിനെയും കൂട്ടരെയും ആക്രമിച്ചു തുടങ്ങി. അയാൾ തീ മാത്രമാണ് ആക്രമണത്തിന് ഉപയോഗിക്കുക. കൈകൊണ്ടുള്ള പഞ്ചോ കാലുകൊണ്ടുള്ള അറ്റാക്കോ ആയുധങ്ങളോ വേറെ ആർട്ടിഫാക്റ്റുകളോ ഒന്നും ഉപയോഗിക്കില്ല. തീ 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 ആ തീ ഇപ്പോൾ വൻതോതിൽ പവർഫുൾ ആയിരിക്കുകയാണ്. അയാളുടെ പുറത്തുനിന്ന് വമിക്കുന്ന ആ തീ മാർക്കിനെയും കൂട്ടരെയും എരിയിപ്പിച്ച് കളയുമെന്ന് അത് കാണുന്ന ആർക്കും തോന്നാം. പക്ഷേ മാർക്ക് ഈ സംഭവ വികാസങ്ങളൊന്നും അറിയുന്നേ ഇല്ലെന്ന് പറയാം. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ നടക്കുന്ന പല സംഭവങ്ങളും വല്ലാത്തൊരു കൗതുകത്തോടെ ക്യൂന നോക്കിക്കാണുകയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നുണ്ട്. മാർക്കിന്റെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാണ്. മാർക്കൊരു ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയാണെന്ന് അത് കണ്ടപ്പോൾ റീഗന് തോന്നി. റീഗൻ മാർക്കിനോട് ചോദിക്കുകയും ചെയ്തു, മാർക്ക്, നീ ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയാണോ? റീഗൻ, അങ്ങനെയല്ല, ഞാനേ എൻ്റെ എനർജി ഒന്ന് ക്രമീകരിക്കുകയാണ്. മാർക്ക് എന്തോ മറച്ചു പിടിക്കുന്നു അത് കേട്ടപ്പോൾ റീഗന് തോന്നി. റീഗൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. അതിനു പകരം കൂടെയുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രക്രിയയിലേക്ക് കടന്നു. റീഗൻ മറ്റുള്ള മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഫ്ലെയിം ഡീമൺ സംഹാര താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെയുള്ള മാർക്ക് ഫെൽഡറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അയാളൊരു തമാശയായിട്ടാണ് കണ്ടതെന്ന് ആ നിമിഷത്തിലാണ് എല്ലാവർക്കും മനസ്സിലായത്. അയാൾ കണ്ണ് നനയ്ക്കുമ്പോൾ മാർക്കും കൂട്ടരും ഒരു തീ കടലിൻ്റെ നടുക്കായി. ആ എൻറ്റയർ സമതലവും ഇപ്പോൾ തീ കൊണ്ട് കത്തുകയാണ്. അയാൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ അയാൾക്ക് തീ പടർത്താൻ പറ്റുകയാണ്. എവിടെ, എപ്പോൾ, എത്ര സമയത്ത് തീ പിടിപ്പിക്കണമെന്ന് അയാൾ വെറുതെ വിചാരിച്ചാൽ മതി. ആ നിമിഷം അവിടെ മുഴുവൻ തീ പിടിക്കും. ഫ്ലെയിം ഡീമൻ്റെ ആ കപ്പാസിറ്റി മാർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഹാർട്ട് ഓഫ് ഓഷ്യൻ്റെ ദേവത നേരത്തെ മാർക്കിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഡീമനെ മാർക്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ മാർക്കിന് ഏത് വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാനും ആ ദേവത തയ്യാറാണെന്ന് മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ എൻറ്റയർ ഊർജ്ജത്തെയും ബോഡിയുടെ സകല ഭാഗങ്ങളിലേക്കും ഒന്ന് ഡൈവേർട്ട് ചെയ്തു. തൽഫലമായി മാർക്കിന്റെ ബോഡിയിലെ സകല കോശങ്ങളും വൻതോതിൽ ഒന്ന് ചലിച്ചു തുടങ്ങി. ശരിക്കും അതിലേക്ക് മാർക്ക് ഊർജ്ജം ഇടിച്ചു കയറ്റുകയാണ്. മാർക്കിന്റെ തലമുടി മുതൽ കാൽപാദം വരെ ആ ഊർജ്ജ വിസ്ഫോടനം നടക്കുമ്പോൾ മാർക്കിന് ചുറ്റും ഒരു തീ കടൽ സൃഷ്ടിച്ചിരിക്കുന്ന ഫ്ലെയിം ഡീമൺ ചിരിച്ചുകൊണ്ട് ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അവസാനിച്ചു. അങ്ങനെ ഫ്ലെയിം ഡീമൺ പറയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ഒരു പഞ്ച് ആ തീജ്വാല കടന്ന് ആ തീജ്വാലയ്ക്കിടയിലൂടെ ഫ്ലെയിം ഡീമന്റെ തൊട്ട് അടുത്ത് എത്തിയിരുന്നു. തൊട്ട് മുന്നിൽ ഒരു കൈ കണ്ടപ്പോൾ ഫ്ലെയിം ഡീമൺ ശരിക്കൊന്ന് ഞെട്ടി. പക്ഷേ അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ആ ഉരുക്ക് മുഷ്ടി ആ തീക്കിടയിലൂടെ ഫ്ലെയിം ഡീമന്റെ നെഞ്ചിൽ പതിക്കുകയും ചെയ്തു. ഒറ്റ ഇടിയിൽ ഫ്ലെയിം ഡീമൺ ഒരുപാട് ദൂരേക്ക് തെറിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ ഫ്ലെയിം ഡീമനെ ആ നിമിഷത്തിനെ അവിടെ എത്തിയ മാർക്ക് വീണ്ടും ശക്തമായി പഞ്ച് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഫ്ലെയിം ഡീമൺ തറയുന്ന എഴുന്നേറ്റ് കഴിഞ്ഞു. അയാളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ തീജ്വാലയ്ക്കിടയിലൂടെ മാർക്ക് ഫെല്ലർ കടന്നു വരുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിൻ്റെ ഒരു അമ്പരപ്പാണ് യഥാർത്ഥത്തിൽ അയാളുടെ ഡിഫൻസിനെ തകർത്തത്. അയാൾ ഇപ്പോൾ മാർക്കിന്റെ അറ്റാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കിന്റെ അറ്റാക്കിന് എത്ര കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് ഇപ്പോൾ അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ വളരെ വിജിലൻ്റ് ആണ്. ചാടി എണീറ്റ് ഫ്ലെയിം ഡീമൺ മാർക്കിന് നേരെ വാ തുറന്നതും അയാളുടെ വായിന്ന് ശക്തമായൊരു തീജ്വാല ഒരു മേഘം പോലെ മാർക്കിന് മുകളിലേക്ക് പാഞ്ഞു വന്നു. ശരിക്കും അതൊരു ന്യൂക്ലിയർ ബോംബാണെന്ന് പറയാം. അയാളുടെ വായിന്ന് പുറത്തേക്ക് പാഞ്ഞു വന്ന ആ ബോംബ് മാർക്കിന് തൊട്ടു മുന്നിൽ ഒന്ന് പൊട്ടുമ്പോൾ ഫ്ലെയിം ഡീമൺ ശരിക്കും ഞെട്ടി. കാരണം മാർക്ക് അവൻ്റെ തൊട്ടു മുന്നിലുണ്ട്. ഇതെപ്പോ എങ്ങനെ ആ മേഘത്തിനിടയിലൂടെ മാർക്ക് അയാളുടെ മുന്നിൽ എത്തിയെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഒരു പിടിയില്ല. അയാൾക്ക്
മാർക്ക് ആ വാ അടയ്ക്കാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ഇടി വീണ്ടും അയാളുടെ പുറത്ത് പതിച്ചു. ശരിക്കും മാർക്ക് ഇടിക്കുന്നത് ആ എൻ്റെ ഫ്ലെയിമിനെ നിയന്ത്രിക്കുന്ന ആ വ്യക്തിയാണ്. ഈ കാഴ്ച ഡ്രാക്കോയും അതുപോലെ ടൈറ്റനെയും കണ്ടു. അത് കണ്ട രണ്ടുപേരും മാർക്കിനെതിരെ കുതിച്ച ആ നിമിഷത്തിൽ റീഗൻ എല്ലാവരോടായി പറഞ്ഞു, അറ്റാക്ക്. കേൾക്കേണ്ട താമസം റീഗന്റെ കൂടെയുള്ള ടിറ്റോയും ഷെൻക്യൂനെയും അവരുടെ സഹോദരിയും അതുപോലെ ഡിവിനേഷൻ സെക്ഷനിലെ ഹാങ്ങും ലിയാങ്ങും ഒക്കെ ഒരുമിച്ച് അറ്റാക്കുമായി മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിക്കുന്ന അവരോടായി മാർക്ക് വിളിച്ചു പറഞ്ഞു, ഇവന്റെ ശക്തി തറയാണ്. മാർക്ക് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം റീഗനും കൂട്ടർക്കും മനസ്സിലായി. മുന്നോട്ട് കുതിച്ച അവർ ആ തറ പൂർണ്ണമായി കട്ടിയത്തക്ക രീതിയിൽ ഒരു സീല് പെട്ടെന്നാണ് ജനറേറ്റ് ചെയ്തത്. ആ സീല് ജനറേറ്റ് ചെയ്തത് ക്യൂനെയാണ്. ക്യൂനയുടെ കൈയടക്കം ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. അവളുടെ കൈയിൽ നനക്കിയതും ഒരു കൂറ്റൻ സീല് തറയിലേക്ക് പാഞ്ഞു വന്നു. ആ കൂറ്റൻ സീല് ആ എൻ്റെ തറയും കവർ ചെയ്തതും അതിൻ്റെ നേർമുകളിലായി സാക്ഷാൽ ഫ്ലെയിം ഡീമൻ. ഫ്ലെയിം ഡീമന്റെ പവറും തറയും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് ഒരു തലമുടി നാരിൻ്റെ വ്യത്യാസത്തിൽ കട്ടായിരിക്കുകയാണ്. തറയുമായിട്ടുള്ള ബന്ധം നഷ്ടമായ ആ നിമിഷത്തിൽ മാർക്ക് ആ വാള് ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു. മാർക്കിന്റെ ആ സോഡ് ലൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വരുമ്പോൾ അതുവരെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ആ ടൈറ്റൻ കൈ ഒന്ന് അനക്കിയതും ഒരു കൂറ്റൻ കൈ മാർക്കിന്റെ ആ വാളിനെ കയറി തടുത്തു. മാർക്കിന്റെ വാളിനെ തടുത്ത ആ ടൈറ്റന്റെ കൈ ഏതാണ്ട് കീറി മുറിച്ചുകൊണ്ട് മാർക്കിന്റെ വാള് താഴേക്ക് കടന്നു പോവുകയും ചെയ്തു. പക്ഷെ ആ നിമിഷത്തിൽ ആ ടൈറ്റന് ഒരു കാര്യം മനസ്സിലായി. മാർക്ക് ഫെല്ലറുടെ കൂടെയുള്ള ആളുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി അയാൾക്ക് കടക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം. ഫ്ലെയിം ഡീവനെ നടുവിലാക്കിക്കൊണ്ട് ആ ഡെഡ്ലി കിങ്ങിനും ടൈറ്റനും ഇടയിലായി ഇതിനിടയിൽ ക്യൂന ഒരു കൂറ്റൻ ബാരിയർ സൃഷ്ടിച്ചിരുന്നു. ആ ബാരിയറിന്റെ പുറത്തായിരുന്നു മാർക്ക് ഫെല്ലറുടെ ആ സോഡ് ലൈറ്റ്. അതിനെയാണ് യഥാർത്ഥത്തിൽ ആ ടൈറ്റൻ തടുത്തത്. ടൈറ്റന് തടുക്കാൻ പറ്റാതെ പോയ ആ സോഡ് ലൈറ്റ് ഇതിനിടയിൽ ആ ഫ്ലെയിം ഡീമന്റെ പുറത്തുകൂടി കയറി ഇറങ്ങിയിരുന്നു. ശരിക്കും കഴുത്തിൽ നിന്ന് താഴേക്ക് പാഞ്ഞു പോയ ആ വാളിന്റെ പ്രകാശം ഫ്ലെയിം ഡീമനെ കഴുത്തിന്റെ താഴേക്ക് രണ്ടായി മുറിച്ചു മാറ്റി. ഒരു ഷോൾഡറും തല ഉൾപ്പെടെയുള്ള ഭാഗം ഒരു വശത്തേക്കും ബാക്കി ഭാഗം മറുവശത്തേക്കും വീണു. ആ മോൺസ്റ്ററുടെ സർവ കഴിവുകളും ഉപയോഗിച്ച് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും മാർക്ക് ഫെല്ലറുടെ സോഡ് ലൈറ്റ് ആ ഡീമനെ രണ്ടായി കട്ട് ചെയ്യുക തന്നെ ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തതും ആ ഫ്ലെയിം ഡീമന്റെ തലയിൽ നിന്ന് ഒരു ചെറിയ കിരീടം അടർന്ന് താഴേക്ക് വീണു. മാർക്ക് ഉടൻ ആ കിരീടം കയ്യിലെടുത്തു. ആ ഫ്ലെയിം ഡീമന്റെ സ്വന്തമായ അല്ലെങ്കിൽ ഫ്ലെയിം ഡീമന്റെ കപ്പാസിറ്റി മുഴുവൻ ആ കിരീടവുമായി കണക്റ്റഡ് ആണെന്ന് മാർക്കിന് തോന്നിയത് കൊണ്ടാണ് മാർക്ക് ആ കിരീടം എടുത്തത്. ആ നിമിഷത്തിൽ ഫ്ലെയിം ഡീമന്റെ ഒപ്പമുണ്ടായിരുന്ന ആ ടൈറ്റനും ഡെഡ്ലി കിങ്ങും അവിടുന്ന് വേഗം പിന്മാറി. അവർ പിന്മാറുമ്പോൾ അവർക്കൊപ്പം ആ മോൺസ്റ്റേഴ്സ് പിന്മാറി. ആ യുദ്ധം ഒന്ന് മഴ തോർന്ന് തീർന്നതുപോലെ ഒന്ന് തീർന്നപ്പോൾ മാർക്കും കൂട്ടരും കാണുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും എണ്ണം മോൺസ്റ്റേഴ്സാണ്. മാർക്ക് ആ മോൺസ്റ്റേഴ്സിന്റെ ഡെഡ് ബോഡിയിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ അടുത്തെത്തിയ റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് താങ്ക് യു, നീ ശരിക്കും ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചു. ഹേയ് റീഗൻ, നമ്മളൊരു ടീമായിട്ട് ഇവിടേക്ക് വന്നതല്ലേ, നമ്മൾക്കിടയിൽ അങ്ങനെ ഇന്നയാൾ രക്ഷിച്ചു ഇന്നയാൾ ഫൈറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവരും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കില്ലേ ഇപ്പോൾ ചെയ്യേണ്ടത്? മാർക്ക് അങ്ങനെ പറഞ്ഞതും റീഗനൊപ്പമുള്ള ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശരിക്കും നിന്റെ ഈ വേഗതയും വളർച്ചയും എന്നെ തെല്ലെന്നുമല്ല അതിശയിപ്പിക്കുന്നത്. അങ്ങനെ ടിറ്റോ പറഞ്ഞതും മാർക്ക് ടിറ്റോയോട് ചോദിച്ചു, അല്ല ടിറ്റോ, ശരിക്കും നിങ്ങൾ എന്താണ് ഈ കാട്ടിൽ തിരയുന്നത്? മാർക്കിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ ടിറ്റോയ്ക്കൊപ്പമുള്ള 5 ആളുകളും ശരിക്കൊന്ന് പതറി. ആ 6 പേരുടെയും ഇടയിൽ ഒരു നിശബ്ദത പെട്ടെന്നുണ്ടായി. അത് കണ്ടപ്പോൾ മാർക്ക് ആ 6 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, എന്നോട് പറയാൻ പാടില്ലാത്തൊരു മിഷൻ നിങ്ങൾ ഏറ്റെടുത്തിട്ട് എന്നെ കൂടി അതിൻ്റെ ഭാഗമാക്കിയത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമാണോ? മിഷൻ എന്താണെന്നുള്ള കാര്യം ഇതുവരെയും അവരാരും മാർക്കിനോട് പറഞ്ഞിട്ടില്ല. അത് പറയാതെ മാർക്കിനെ ആ മിസ്റ്റി ഫോറസ്റ്റിൻ്റെ വളരെ വളരെ ഉള്ളിലേക്ക് അവർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മാർക്ക് ആ കാര്യം ഏതാണ്ട് മനസ്സിലാക്കിയെന്ന് മാർക്കിൻ്റെ ഡയലോഗ് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. പെട്ടെന്ന് റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നോട് മിഷൻ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല.
ഞങ്ങളുടെ സെക്ഷനിലെ ആളുകളുമായി ബന്ധിപ്പിച്ച് ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ അവരുടെ ലൈഫ് ഫോഴ്സുമായി കണക്റ്റഡ് ആണ്. ഞങ്ങളുടെ സെക്ഷൻ്റെ എല്ലാമായിരുന്ന അതിശക്തനായ സെയിൻ്റ് ആയിരുന്നു ഷാങ്. ഞങ്ങൾ മാർഷൽ അങ്കിൾ എന്ന് വിളിക്കും. മാർഷൽ അങ്കിൾ ഷാങ് കിങ് ഈ കാട്ടിനകത്ത് വെച്ച് മിസ്സായത്. കാട്ടിനകത്ത് വെച്ച് മിസ്സായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നുവെങ്കിൽ ആ നിമിഷത്തിൽ ഞങ്ങളുടെ സെക്ഷനിലുള്ള ആ ടാബ്ലറ്റ് വീണ് ഉടഞ്ഞനെ. ശരിക്കും ഒരു കുഞ്ഞ് ടാബ്ലറ്റിൻ്റെ മാതൃകയിൽ ഒരു ഫലകം ഞങ്ങളുടെ ആ ട്രെയിനിങ് ഹാളിൽ എല്ലാവരും കാണത്തക്ക ശൈലിയിൽ പതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാർഷൽ അങ്കിൾ ഷാങ് കിങ്ങിൻ്റെ മാത്രമല്ല, ആരെല്ലാം നമ്മളെ വിട്ടുപോയോ അവിടെയൊക്കെ നമ്മൾ പതിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ടാബ്ലറ്റുകളും അവിടെ അങ്ങനെ പതിക്കും. ഞങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ ആ ടാബ്ലറ്റ് നോക്കി ഞങ്ങൾക്ക് ചില വിലയിരുത്തലൊക്കെ സ്വയം നടത്താനും പറ്റും. എല്ലാ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലും ഈ ശൈലിയിൽ പല കാര്യങ്ങളും ഉണ്ടാവും. റീഗൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. റീഗൻ പറയുന്ന കാര്യം പൂർണ്ണമായും മാർക്കിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും മാർക്ക് ചില കാര്യങ്ങൾ അതിനിടയിൽ നിന്ന് ഊഹിച്ചു. പറഞ്ഞുകൊണ്ട് വരുന്നത് മാസ്റ്റർ ഷാങ് കിങ്ങിനെ കുറിച്ചാണ്. ആ ഷാങ് കിങ് ജീവിച്ചിരുന്നത് ഒരുപാട് പാത്തോഹവനുകൾക്ക് മുന്നിലാണ്. ഇപ്പോഴത്തെ പാത്തോഹവന് മുന്നേ ഉള്ള പാത്തോഹവനിലാണ് യഥാർത്ഥത്തിൽ ഷാങ് കിങ്ങൊക്കെ സെയിൻ്റായി മാറിയത്. ആ സെയിൻ്റായ ഷാങ് കിങ്ങിനെ ഈ മിസ്റ്റി ഫോറസ്റ്റ് വെച്ചാണ് മിസ്സായിരിക്കുന്നത്. ആ ഷാങ് കിങ് മരിച്ചാൽ മാത്രം അസ്തമിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ആ ടാബ്ലറ്റ് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണെന്ന് മാർക്കിന് തോന്നിയതും റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആ ടാബ്ലറ്റ് ഒന്ന് തിളങ്ങിയായിരുന്നു. ഏയ് റീഗൻ, നീ എന്താ പറഞ്ഞു വരുന്നത്? മാർക്ക്, ആ ടാബ്ലറ്റിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ മാർഷൽ അങ്കിൾ ഷാങ് കിങ് ജീവനോടെ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. 2 പാത്തോഹവനുകൾക്ക് മുന്നിൽ ജനിക്കുകയും 2 പാത്തോഹവനുകൾ പൂർണ്ണമായി കാണുകയും ചെയ്ത ഷാങ് കിങ് അയാളുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വെച്ചിട്ടാണ് ആ മിസ്റ്റി ഫോറസ്റ്റിലേക്ക് വന്നത്. അവിടെ വെച്ചാണ് അയാൾ മിസ്സായത്. മിസ്സായ ഷാങ് കിങ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അടയാളം മിസ്റ്റീരിയസ് സോഡ് സെക്ഷനിൽ ലഭിച്ചതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ആ ടീം വന്നിരിക്കുന്നത്. ഹേയ് റീഗൻ, നീ പറഞ്ഞു വരുന്നത് സെയിന്റ് കിങ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണോ? മാർക്ക്, ഞങ്ങളുടെ ഒരു സംശയം അതാണ്. അവിടെ ചുവരിൽ പതിപ്പിച്ചിട്ടുള്ള ആ ടാബ്ലറ്റ് മാതൃകയിലുള്ള ആ കട്ട ശരിക്കും ഒന്ന് തിളങ്ങിയിരുന്നു. ആ തിളങ്ങാനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് ഡിവൈൻ സെൻസിനെ ആ കട്ട ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് അത് തിളങ്ങിയത്. ഡിവൈൻ സെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ഡിവൈൻ സെൻസ് ഇപ്പോഴും ലൈവ് ആയിരിക്കണം. ഞങ്ങളുടെ സെയിൻറ്റ് കിങ്ങിൻ്റെ ആ ഡിവൈൻ സെൻസ് ആക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ. സെയിൻറ്റ് കിങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിന് അദ്ദേഹം മിസ്റ്റി ഫോറസ്റ്റിനകത്ത് തുടരണം? അദ്ദേഹത്തിന് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാം. മാർക്കിന് ആ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. മാർക്കിൻ്റെ ആ സോളിനെ മാർക്കിൻ്റെ ബോഡിയിൽ നിന്ന് ദൂരേക്ക് അയച്ചപ്പോൾ ആ സോൾ എത്തിച്ചേർന്നത് ശരിക്കും ഒരു സെയിൻറ്റ് കിങ്ഡത്തിലാണ്. ഒരു വലിയ രാജ്യം തന്നെ മാർക്ക് കണ്ടു എന്ന് പറയാം. സെയിൻറ്റിനാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം. അങ്ങനെയുള്ളൊരു ഏരിയ സെയിൻറ്റുകൾക്ക് വേണ്ടി മാത്രമായി ഉണ്ട്. ആ സമയത്ത് ഈ മിസ്റ്റി ഫോറസ്റ്റിനകത്ത് വെറുതെ കറങ്ങി നടക്കാൻ ഒരു സെയിൻറ്റ് തയ്യാറാവില്ല. അങ്ങനെ ഇവിടെ ഈ വ്യക്തി കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണണം. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരെല്ലാവരും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും ആ ഫീലിംഗ് ഉണ്ടാവുകയാണ്. അവരുടെ കയ്യിലുള്ള ടാബ്ലറ്റുകളിൽ കിങ്ങിൻ്റെ ഊർജം വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തു. ഹേയ് മാർക്ക്, സെയിന്റ് കിങ് ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ പോകുന്ന അതേ ദിശയിലാണ് അദ്ദേഹം ഉള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടിറ്റുവാണ് ആദ്യം മുന്നോട്ട് കുതിച്ചത്. കിങ്ങിൻ്റെ ഡിവൈൻ സെൻസിന്റെ സാന്നിധ്യം അവിടെ ടാബ്ലറ്റിൽ അനുഭവപ്പെട്ടതും ആ എൻ്റെ ടീം മുന്നോട്ട് കുതിക്കുകയാണ്. ഈ സമയത്ത് മാർക്കിൻ്റെ ബോഡിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. മാർക്കിൻ്റെ ബോഡിക്കുള്ളിൽ നിന്ന് പതുക്കെ ഒരു കുളിര് മാർക്കിന് അനുഭവപ്പെടുകയാണ്. മാർക്കിൻ്റെ മുന്നിൽ റീഗനും ടിറ്റോയും പാഞ്ഞു പോവുകയാണ്. തൊട്ടുപുറകെ ആ ലിയാങ്ങും ഉണ്ട്, ആ ചെറുപ്പക്കാരനും ഉണ്ട്. അവരുടെ പുറകെയാണ് ക്യൂനിയുടെ സഹോദരിയും. അവർക്ക് 6 പേർക്കും പുറകിലായി കുതിക്കേണ്ട ആളാണ് മാർക്ക് ഫെല്ലർ. പക്ഷെ മാർക്ക് ഒരു നിമിഷം ഒന്ന് ലേറ്റായി എന്ന് പറയാം. മാർക്കിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു കുളിരുണ്ടായതും മാർക്ക് ആ കാഴ്ച കണ്ടു. മാർക്കിൻ്റെ ബോഡിക്ക് ചുറ്റുമായി പതുക്കെ ഒരു നനവുണ്ടാവുകയാണ്. മാർക്കിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നനവ് പെട്ടെന്ന് വെള്ളത്തുള്ളികളായി മാറി. ആ വെള്ളത്തുള്ളികൾ
അതിവേഗം ഒരു രൂപമായി മാറി. അതിമനോഹരിയായ ഒരു സുന്ദരി ആ വെള്ളത്തുള്ളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട് മാർക്കിന്റെ തൊട്ടുമുന്നിൽ ഇതാ മാർക്ക് കാണുകയാണ്. ആ രൂപത്തെ കണ്ടതും മാർക്ക് രണ്ട് കൈ കൊണ്ടും ആ രൂപത്തെ തൊഴുതു. ഹാർട്ട് ഓഫ് ഓഷ്യന്റെ യഥാർത്ഥ അവകാശിയാണ് മാർക്കിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഹാർട്ട് ഓഫ് ഓഷ്യന്റെ ശക്തി ആ മുന്നിൽ കാണുന്ന വാട്ടർ ഗോഡിന്റെ ശക്തിയാണ്. അത് മാർക്കിന് അറിയാം. ആ വാട്ടർ ഗോഡിനെ ഉപാസിച്ചാണ് ഗൂനിങ് യഥാർത്ഥത്തിൽ ആ ഹാർട്ട് ഓഫ് ഓഷ്യൻ സമ്പാദിച്ചെടുത്തത്. ആ വാട്ടർ ഗോഡാണ് ഇപ്പൊ ഇതാ മാർക്കിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മാർക്ക് അമ്പരപ്പോടെ കൈകൾ കൂപ്പി തല വണങ്ങി ആ സുന്ദരിയെ വണങ്ങി നിൽക്കുമ്പോൾ ആ സുന്ദരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. ആ ഫ്ലെയിം ഡീമനെ ഞാൻ കുറെ കാലമായി നോട്ടമിട്ടതാണ്. എൻ്റെ ജലകണികൾ ഉപയോഗിച്ച് അവനെ അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നീ ഫ്ലെയിം ഡീമനെ അവസാനിപ്പിക്കുന്ന കാണാൻ ആഗ്രഹിച്ചത്. മാർക്ക്, നിനക്ക് ഞാനൊരു പ്രതിഫലം നൽകാം. അങ്ങനെ പറഞ്ഞിട്ട് ആ സുന്ദരി രണ്ട് കൈകളും നീട്ടി മാർക്കിനെ അങ്ങനെ ആലിംഗനം ചെയ്തു. വെള്ളം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ സുന്ദരി മാർക്കിനെ അങ്ങനെ ആലിംഗനം ചെയ്തതും ആ വെള്ളത്തരികൾ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു തുടങ്ങി. ആ വെള്ളത്തരികൾ ഒരു ഊർജമായി മാർക്കിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പതഞ്ഞു കയറുകയാണ്. അപ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, ഇതാണ് ഹീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ്. മാർക്ക്, ഇത് നിന്റെ ബോഡിയെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും രക്ഷിക്കും. മാർക്ക്, ഇനി നിനക്ക് എന്തെങ്കിലും വേണോ? വാട്ടർ ഗോഡ്, എനിക്ക് ആ പോയിസൺ ഉണ്ടാക്കുന്ന വിദ്യ ഒന്ന് പറഞ്ഞു തരൂ. ഗൂനിങ് മാർക്കിനെയും സെയിന്റസ് ഗൂനെയും കൊണ്ട് അന്ന് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തേക്ക് ചെന്ന് അവിടെ ആ ഡീമനുകളുടെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലം കത്തിച്ച് ചാമ്പലാക്കിയിരുന്നു. അന്ന് ഗൂനിങ് ഉപയോഗിച്ചത് ഒരു മാരക വിഷമാണ്. വെള്ളത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്ത വിഷമാണത്. ആ വിഷം ഉണ്ടാക്കാൻ തന്നെ പഠിപ്പിക്കുമെന്നാണ് മാർക്ക് ആ വാട്ടർ ഗോഡിനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും വാട്ടർ ഗോഡ് മാർക്കിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് മാർക്ക് കേട്ടു. മാർക്ക്, അതിന് ഒരുപാട് വർഷത്തെ ശ്രമം വേണം. ഞാൻ നിന്നെ നിരാശനാക്കുന്നില്ല. നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കെ, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ആ വാട്ടർ ഗോഡ് മാർക്കിന്റെ ബോഡിക്കുള്ളിൽ അങ്ങ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞു. ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്നതും മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും പെട്ടെന്ന് ശക്തമായതുപോലെ മാർക്കിന്റെ ഒരു ഫീല്. തികച്ചും അപ്രതീക്ഷിതമായി മിസ്റ്റി ഫോറസ്റ്റിനകത്തുനിന്ന് മാർക്കിന് ഇതാ ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. എന്താണ് തൻ്റെ ശരീരത്തിൽ അതുകൊണ്ടുണ്ടാക്കുന്ന മെച്ചമെന്ന് മാർക്കിന് കൃത്യമായി മനസ്സിലായില്ല. പക്ഷെ അതിന് പകരം മാർക്ക് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ക്യൂനയുടെയാണ്. ഏയ് മാർക്ക്, എന്താ നിൽക്കുന്നത്? വേഗം വാ. അങ്ങനെ മാർക്കിനെ ക്യൂന വിളിച്ചതും മാർക്ക് അവരെ ഫോളോ ചെയ്തു. മാർക്ക് ഫോളോ ചെയ്ത് അവർക്കൊപ്പം എത്തുമ്പോഴേക്കും മുന്നേ പോയ ടീം ഒരു സ്ഥലത്ത് തറച്ചു നിൽക്കുകയാണ്. അവരുടെ തൊട്ടു മുന്നിൽ കുറച്ച് മാറി ഒരാള് തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച മാർക്ക് ഫെൽഡർ കണ്ടു. ആ ആളെ കണ്ടതും മാർക്ക് അമ്പരപ്പോടെ ക്യൂനോട് ചോദിച്ചു, ക്യൂന, അത്? മാർക്ക്, അതാണ് കിങ്, സെയിം കിങ്, ഞങ്ങളുടെ എല്ലാവരുടെയും സെയിം കിങ്, ഞങ്ങളെ എല്ലാവരുടെയും സെയിം കിങ് എന്ന് ക്യൂന പറഞ്ഞപ്പോ മാർക്ക് ലേശം കൗതുകത്തോടെ ക്യൂനെ നോക്കിയതും ക്യൂന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങളുടെ ഈ 3 സെക്ഷനും യഥാർത്ഥത്തിൽ ഒറ്റ സെക്ഷന്റെ 3 ഭാഗങ്ങളാണെന്ന് പറയാം. ആ സെക്ഷന്റെ പേര് പ്യൂരിറ്റി സെക്ഷൻ എന്നാണ്. പ്യൂരിറ്റി സെക്ഷൻ 3ആയി പിരിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ 3 ടീം ഉണ്ടായത്. ഞങ്ങളുടെ 3 പേരുടെയും പിതാമഹനോ മാർഷൽ അങ്കിളോ ഒക്കെയാണ് സെയിം കിങ്. അദ്ദേഹത്തെയാണ് കാലങ്ങൾക്ക് മുന്നേ കാണാതായത്. ആ സെയിം കിങ്ങിനെയാണ് ഇപ്പം ഞാനിതാ കാണുന്നത്. അങ്ങനെ അവർ പറയുമ്പോഴേക്കും സെയിം കിങ്ങിന്റെ അടുത്തേക്ക് സാക്ഷാൽ ടിറ്റോ ഒരു കുതിപ്പ് കുതിച്ചു. മാർഷൽ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടാണ് ടിറ്റോ കുതിച്ചത്. ടിറ്റോ മുന്നോട്ട് കുതിച്ചതും ആ സെയിം കിങ് ഒന്ന് തിരിഞ്ഞ സെയിം കിങ്ങിനെ കണ്ട് മാർക്ക് ഉൾപ്പെടെയുള്ള എൻ്റെ ടീമും ഞെട്ടി വിറച്ചു എന്ന് പറയാം. ആ സെയിം കിങ്ങിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മോൺസ്റ്റർ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മനുഷ്യരുടെ ഭാവവുമാണ്. അർത്ഥ മോൺസ്റ്റർ എന്നോ അർത്ഥ മനുഷ്യനെന്നോ ഇപ്പൊ നമുക്ക് ആ സെയിം കിങ്ങിനെ വിളിക്കാം. മാർക്ക് ആ ബോഡി ഒന്ന് സ്കാൻ ചെയ്തിട്ട് ക്യൂനോട് പറഞ്ഞു, ക്യൂന, അദ്ദേഹത്തിന്റെ 80% സോളും ഇപ്പോ മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ്. ക്യൂനയും ഏതാണത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ നിശ്ചലയായി അന്തപ്പെട്ട് വാപൊളിച്ച് നിൽക്കുകയാണ്. പക്ഷെ അതേ ഞെട്ടൽ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ടിറ്റോ ഒന്ന് ഞെട്ടിയെങ്കിലും മാർഷൽ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചതും ആ മാർഷൽ അങ്കിൾ സെയിം കിങ് അയാളുടെ കൈയൊന്ന് ഉയർത്തിയിട്ട് ചൂടുവിരലും നടുവിരലും കൊണ്ട് പതുക്കെ കൈയൊന്ന് താഴ്ത്തി. ആ നിമിഷത്തിൽ ആ കൈയുടെ അടുത്തുനിന്ന് ഒരു കുഞ്ഞു ഫോഴ്സ്
ടിറ്റോയ്ക്കും റീഗനും നിൽക്കുന്ന ആ മേഖലയിലേക്ക് അതിവേഗം പാഞ്ഞു വന്നു. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കിന് പോലും മനസ്സിലായില്ല. മാർക്ക് ഏതാനും നിമിഷം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ മാർക്കിന്റെ മുന്നിലുണ്ടായിരുന്ന 6 പേരെയും കാണാനില്ല. മാർക്ക് നിശ്ചലനായി കിടക്കുകയാണ്. നിശ്ചലനായി കിടക്കുന്ന മാർക്കിന് അങ്ങ് വിദൂരതയിലേക്ക് നടന്നു പോകുന്ന ആ സെയിന്റ് കിങ്ങിനെ കാണാം. ഒരു കാഴ്ച കൂടി മാർക്ക് കണ്ടു. കുറച്ചു മാറി സാക്ഷാൽ ഡ്രാക്കോയും ടൈറ്റനും നിൽക്കുന്ന കാഴ്ച. അവർ രണ്ടുപേരും അവിടെ ഈ കാഴ്ച കാണാനായി എത്തിയിരിക്കുകയാണ്. മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന 6 ആളുകളും പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. അവരുടെ പൊടി പോലും കണ്ടുപിടിക്കാനാവാത്ത ശൈലിയിൽ അവർ വെണ്ണീറായി എന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കയറിയ ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് മാർക്കിനെ രക്ഷിച്ചതാണ്. ആ യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിയുമ്പോഴും മാർക്കിന്റെ ബോഡി നന്നായി വിറയ്ക്കുന്നുണ്ട്. മാർക്കിന്റെ ബോഡിയിൽ ഒത്തിരി പരിക്കുകൾ ഉണ്ടായിരിക്കുകയാണ്. ആ പരിക്കുകൾ ഭേദമാക്കാനായി ഹാർട്ട് ഓഫ് ഓഷ്യൻ അതിവേഗം പ്രവർത്തിച്ചു തുടങ്ങി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന്റെ ബോഡിക്കുള്ളിലൂടെ ഹാർട്ട് ഓഫ് ഓഷ്യന്റെ ആ നീലപ്രകാശം പാഞ്ഞു നടക്കുകയാണ്. മാർക്ക് പക്ഷെ അനങ്ങാതെ കിടക്കുകയാണ്. മാർക്ക് ഇപ്പോൾ തല ഉയർത്തിയാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിപ്പെടും ആ മോൺസ്റ്റേഴ്സിന്റെ. മാർക്കും കൊല്ലപ്പെട്ട് കാണും എന്ന ധാരണയിലാണ് സകലരും. മാർക്ക് അതുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് അവിടെ ഇങ്ങനെ കിടന്നു. അടുത്ത നിമിഷത്തിൽ മാർക്ക് സാവധാനം എണീറ്റു. മാർക്ക് എണീക്കുമ്പോൾ മാർക്കിന് ആ കാര്യം അറിയാം. മാർക്ക് മരിച്ചിട്ടില്ല എന്ന കാര്യം സെയിന്റായ ആ സെയിന്റ് കിങ്ങിന് എന്തായാലും അറിവുണ്ടാകേണ്ടതാണ്. പക്ഷെ അയാൾ തിരിഞ്ഞു നോക്കാതെ ആ മിസ്റ്റി ഫോറസ്റ്റിനുള്ളിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. തന്നെ കൊല്ലാതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ ഉള്ളിൽ വന്നതും മാർക്ക് ഒരു കാര്യം കണ്ടു. മോൺസ്റ്റേഴ്സ് ഒരുപാട് അവിടെ തടിച്ചു കൂടുന്നത്. 9 ചിറകുകളുള്ള ആ മോൺസ്റ്റേഴ്സ് നയിച്ചുകൊണ്ട് ടൈറ്റനും ഡ്രാക്കോയും മാർക്കിന്റെ അടുത്തേക്ക് വരികയാണ്. മാർക്ക് ആ സെയിന്റിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ സെയിന്റിന്റെ അറ്റാക്ക് മാർക്ക് ഫെല്ലർക്കൻ ടീമിന് നേരെ ഉണ്ടായ ആ നിമിഷത്തിൽ ഹോളി റീജിയനിൽ പല സ്ഥലത്തും ആ വിവരം അറിഞ്ഞു. ശരിക്കും ആ സെയിന്റിന്റെ എനർജിയുടെ ഫ്ലക്ച്വേഷൻ അവിടെ ആ ഹോളി റീജിയനിൽ ക്യൂൻ കുടുംബത്തിന്റെ ആ ജനറലിന്റെ മുന്നിലും അതുപോലെ സു ഷിങ്ങിന് മുന്നിലൊക്കെ ഉണ്ടായി. സു ഷിങ് ഒരു നിമിഷം അങ്ങ് ദൂരെ മിസ്റ്റി ഫോറസ്റ്റിന്റെ ഭാഗത്തേക്ക് നോക്കി. മാർക്ക് ഫെല്ലർ ഇതൊന്നും അറിയുന്നതേയില്ല. ശരിക്കും മാർക്ക് ഒന്ന് എണീറ്റ് കാല് തറയിൽ ചവിട്ടാൻ ശ്രമിക്കുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക് ഗോസ്റ്റ് ബ്രഷ് എടുക്ക. ഇമോർട്ടൽ ചക്രവർത്തി യാവോയുടെ ശബ്ദമാണ് മാർക്ക് കേട്ടത്. മാർക്കിന്റെ കയ്യിൽ കിടക്കുന്ന ആ സുമേരു റിങ്ങിനുള്ളിലെ ശവപ്പെട്ടിക്കകത്തുള്ള സാക്ഷൽ യാവോ ചക്രവർത്തിയുടെ ആ ശബ്ദം കേട്ടതും മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് അനങ്ങി. മാർക്കിന്റെ മനസ്സിൽ മാർക്ക് എന്ത് വിചാരിച്ചാലും അത് കയ്യിലേക്ക് വരും. മാർക്കിന്റെ നിലവറയിൽ നിന്ന് മാർക്കിന്റെ കയ്യിൽ പെട്ടെന്ന് ആ ഗോസ്റ്റ് ബ്രഷ് പ്രത്യക്ഷപ്പെട്ടു. മാർക്കിന്റെ കയ്യിലേക്ക് ആ ബ്രഷ് വന്നതും മാർക്ക് ആ കാഴ്ച കണ്ടു. തൊട്ട് മുന്നേ മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആ 6 പേരുടെയും രൂപങ്ങളാണ് മാർക്ക് കാണുന്നത്. അവരുടെ സോളുകളാ മാർക്ക് കണ്ടത്. ആ 6 സോളുകളും അല്പസമയം കഴിയുമ്പോൾ നേരെ ഗോസ്റ്റ് വേൾഡിലേക്ക് പോയി തുടങ്ങി. അല്ലെങ്കിൽ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് ആളുകളെത്തി അവരെ ഗോസ്റ്റ് വേൾഡിലേക്ക് കൊണ്ടുപോകും. ആ കാര്യം മാർക്കിനറിയാം. അത് മനസ്സിലായതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ 6 പേർക്ക് ചുറ്റുമായി ഒരു വൃത്തം വരച്ചിട്ട് അതിനകത്ത് വ്യക്തമായും ഒരു വാക്കെഴുതി, ബി എലൈവ്, ജീവിച്ചിരിക്കൂ എന്ന് മാർക്ക് ഫെല്ലർ എഴുതിയതും മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ഒന്ന് വിറച്ചു എന്ന് പറയാം. ചെറുപ്പക്കാരനായ മാർക്കിന്റെ ആ ബോഡിയിൽ നിന്ന് ഊർജം പുറത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ആ ഊർജം വലിച്ചെടുക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ പല സ്ഥലത്തും പലതും സംഭവിക്കുകയാണ്. ഹോളി റീജിയനിൽ പെട്ടെന്ന് സാക്ഷാൽ സു ഷിങ് ചാടി എണീക്കുകയും മിസ്റ്റി ഫോറസ്റ്റ് നേരെ നോക്കുകയും ചെയ്തു. ഈ നിമിഷത്തിൽ ഗോസ്റ്റ് വേൾഡിൽ ക്ഷിതിഗർഭയും ചാടി എണീറ്റു. ക്ഷിതിഗർഭയുടെ കയ്യിൽ 2 ആയുധങ്ങളാണ് ഉള്ളത്. ഒന്ന് ആ ലൈഫ് ആൻഡ് ഡെത്ത് ബുക്ക്, മറ്റൊന്ന് ആ ബ്രഷ്. ആ ലൈഫ് ആൻഡ് ഡെത്ത് ബുക്കിൽ ആ ബ്രഷ് കൊണ്ടാണ് അയാൾ പേരുകൾ എഴുതുക. ആ ബ്രഷാണ് ഇപ്പോൾ മാർക്കിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ക്ഷിതിഗർഭയുടെ കയ്യിൽ നിന്ന് ആ ബ്രഷ് തന്ത്രപരമായി പിടിച്ചെടുത്ത് മാർക്കിനെ ഏൽപ്പിച്ചത് മാർക്കിനെ അന്ന് ആ ഗോസ്റ്റ് വേൾഡിൽ കൂടെ നടന്ന് രക്ഷിച്ച സാക്ഷാൽ സ്കോളറാണ്. ആ രംഗം ഇപ്പോഴും ക്ഷിതിഗർഭയുടെ മനസ്സിലുണ്ട്. ക്ഷിതിഗർഭ മാർക്കിന്റെ കയ്യിൽ ആ ഗോസ്റ്റ് ബ്രഷ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ നിമിഷത്തിൽ അയാൾ നിന്ന സ്ഥലത്തുനിന്ന് പ്രൊജക്ഷനിൽ പെട്ടെന്ന് ആ മിസ്റ്റി ഫോറസ്റ്റിലെത്തി. മിസ്റ്റി ഫോറസ്റ്റിലെത്തിയ ക്ഷിതിഗർഭയുടെ ഒരു കൈ
അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ഗോസ്റ്റ് ബ്രഷ് പിടിച്ചെടുക്കാനായി ആ കൈ അതിവേഗം പാഞ്ഞു വരുമ്പോൾ പെട്ടെന്നാണ് ഒരു സോഡ് ലൈറ്റ് ആ കൈയിലേക്ക് ആഞ്ഞു പതിക്കുന്നത്. സോഡ് ലൈറ്റ് ആ കൈ പതിച്ചതും കൈ രണ്ടായി അറ്റു. ആ സോഡ് ലൈറ്റിന്റെ മറ്റേ അറ്റത്ത് സാക്ഷാൽ സൂഷിങ് നിൽക്കുകയാണ്. സൂഷിങ് ക്ഷിതിഗർഭയുടെ നേരെ ആ വാള് ചൂണ്ടിക്കൊണ്ട് ക്ഷിതിഗർഭയോട് പറഞ്ഞു, എന്താ ഒരു കൈ നോക്കുന്നു? ക്ഷിതിഗർഭ ഒരു 5th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവും സാക്ഷാൽ സൂഷിങ് 6th ലെവലിലെ സെയിന്റുമാണ്. ഒരു സെയിന്റുമായി ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ക്ഷിതിഗർഭയ്ക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷിതിഗർഭ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ക്ഷിതിഗർഭ അപ്രത്യക്ഷമായതും സൂഷിങ്ങും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഈ സംഭവ വികാസങ്ങൾക്ക് സാക്ഷികളാണ് ടൈറ്റനും അതുപോലെ ഡ്രാക്കോയും മറ്റനവധി മോൺസ്റ്റേഴ്സ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സെയിന്റ് കിങ്ങിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട ആ 6 പേരും ഇതാ ജീവനോട് തിരിച്ചു വന്നിരിക്കുന്നു. മാർക്ക് വരച്ച വൃത്തത്തിനുള്ളിൽ ബി അലൈവ് എന്ന് മാർക്ക് എഴുതിയ നിമിഷത്തിൽ മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ തൊട്ടു മുന്നിൽ ഉറക്കത്തിൽ എന്ന വണ്ണം ആ 6 പേരും എണീക്കുകയാണ്. ആ 6 പേരും നിശ്ചലരായി അങ്ങനെ എഴുതി നിൽക്കുമ്പോൾ മാർക്ക് ഫിൽഡർ ബോഡിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ദൂരേക്ക് നടക്കുകയായിരുന്ന സാക്ഷാൽ സെയിന്റ് കിങ് ഒന്ന് തിരിഞ്ഞു. സെയിന്റ് കിങ് തിരിയുമ്പോൾ ഈ സമയത്ത് ബോധം വീണ് കിട്ടിയ ടിറ്റുയും റീഗനും ബാക്കിയുള്ള 4 ആളുകളും ശരിക്കും എന്താണ് സംഭവിച്ചെന്നറിയാതെ അമ്പരപ്പോടെ ദൂരെ കാണുന്ന സെയിന്റ് കിങ്ങിലേക്ക് നോക്കുമ്പോൾ അയാൾ കൈ ഒന്ന് അനക്കി. ആ കൈ ഒന്ന് അനങ്ങിയതും അതിശക്തമായ ഒരു ഫോഴ്സ് ആ എൻറ്റയർ ടീമിനെയും ആ മിസ്റ്റി ഫോറസ്റ്റിൽ നിന്ന് ദൂരേക്ക് ഒരൊറ്റ തള്ള്. സെയിന്റ് കിങ് ആ കൈ അനക്കുന്ന ആ നിമിഷത്തിൽ അനവധി മോൺസ്റ്റേഴ്സും ഡ്രാക്കോയും അതുപോലെ ടൈറ്റനും ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കിനെയും ടീമിനെയും വകവരുത്താനായി മുന്നോട്ട് കുതിക്കുകയായിരുന്നു. അവർ മുന്നോട്ട് കുതിക്കുന്ന ആ നിമിഷത്തിലാണ് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ഫോഴ്സ് മാർക്കിനെയും ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അതിവേഗം ആ മിസ്റ്റി ഫോറസ്റ്റിലൂടെ ദൂരേക്ക് വലിച്ചു കൊണ്ടുപോയത്. അവർ ഒത്തിരി ദൂരത്തേക്ക് അങ്ങനെ പാഞ്ഞു പോയെന്ന് പറയാം. മാർക്കിന് ബോധം വീഴുമ്പോൾ മാർക്ക് ഒരു കിടക്കുകയാണ്. മാർക്ക് കണ്ണു തുറന്ന് പതുക്കെ കാലുകൾ കിടക്കയിൽ നിന്ന് താഴേക്ക് വെച്ചു. മാർക്കിന്റെ ബോഡിയിൽ ശരിക്കും ഒരു ക്ഷീണമുണ്ട്. മാർക്കിന്റെ മുന്നിൽ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം മാർക്കിന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. മാർക്ക് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ വിശാലമായ ഒരു ഹാൾ. താനിപ്പോ ഇത് എവിടെയാ? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ മാർക്ക് എന്ന് വിളിച്ചുകൊണ്ട് സാക്ഷാൽ ക്യൂന ഓടി മാർക്കിന് അടുത്തേക്ക് വന്നു. മാർക്ക്, നീ എണീറ്റോ? നീ എണീക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ക്യൂന, എന്താ ഉണ്ടായ? നമ്മളിപ്പോൾ എവിടെയാ? മാർക്ക്, നീ ഇപ്പോൾ ഉള്ളത് മിസ്റ്റീരിയസ് ഹെവൻലി സോഡ് സെക്ഷനിലാണ്. റീഗന്റെയും ടിറ്റോയുടെയും ആ സ്ഥലത്തെക്കുറിച്ച് മാർക്കിനെ അറിയാം. മാർക്ക് അവളോട് ചോദിച്ചു, ക്യൂന, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ക്യൂന അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് സാക്ഷാൽ റീഗൻ നടന്നു വന്നു. റീഗന്റെ ഒപ്പം ക്യൂനയുടെ സിസ്റ്ററും ഉണ്ട്. അതുപോലെ ആ ലിയാങ്ങിന്റെ അനന്തരവൻ ആ ചെറുപ്പക്കാരൻ ഹാങ്ങും ഉണ്ട്. അവിടേക്ക് നടന്നു വന്ന ആ 4 പേരും മാർക്കിനെ കണ്ടതും മാർക്കിനെ നോക്കി തൊഴുതു. താങ്ക് യു മാർക്ക്. ഇപ്പോൾ ക്യൂനയും മാർക്കിനെ നോക്കി തൊഴുകയാണ്. മാർക്ക് അവരോട് ചോദിച്ചു, എന്തു പറ്റി? മാർക്ക്, നീ ശരിക്കും ഞങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്നെക്കൊണ്ട് ഇതെങ്ങനെ കഴിഞ്ഞു വന്നെന്നും ഞാൻ ചോദിക്കുന്നില്ല. മാർക്ക്, നീ ശരിക്കും എന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ക്ഷിതിഗർഭയുടെ കയ്യിലിരിക്കുന്ന ആ ഗോസ്റ്റ് ബ്രഷ് എടുത്ത് മാർക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് ഗോസ്റ്റ് വേർഡിലേക്ക് പോകാൻ പോയ അവരെ 6 പേരെയും മാർക്കിന് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. 6 പേരെയും തനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയല്ലോ എന്ന് മാർക്ക് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ മുന്നിൽ 5 പേരേ ഉള്ളൂ. അത് മനസ്സിൽ കൊണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, അല്ല ടിറ്റോ ഇവിടെ? ടിറ്റോ എന്ന പേര് കേട്ടതും ആ 5 പേരുടെയും മുഖം കുനിഞ്ഞു. എന്തു പറ്റി? അതിന് മറുപടി പറഞ്ഞത് ക്യൂനയാണ്. മാർക്ക്, ടിറ്റോ വീണ്ടും മിസ്റ്റി ഫോറസ്റ്റിലേക്ക് കയറിയായിരുന്നു. അവിടെ വെച്ച് അങ്കിൾ കിങ്ങിന്റെ പ്രകാശത്താൽ ഇല്ലാണ്ടായി. അങ്കിൾ കിങ്ങിനെ കൊണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ടിറ്റോ അങ്കിൾ കിങ്ങിന്റെ പുറകിലേക്ക് ഓടിയത്. അങ്കിൾ കിങ്ങിന്റെ അടുത്തേക്ക് ഓടിക്കേറിയ ടിറ്റോ അവന്റെ സോള് സ്വയം കത്തിച്ച് അങ്കിൾ കിങ്ങിനെ അടുത്തേക്ക് പാഞ്ഞു കയറിയായിരുന്നു.
ക്യൂനയ്ക്കും ബാക്കിയുള്ളവർക്കും അത്രയേ അറിയൂ. റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അവൻ്റെ സോള് കത്തിച്ച് അങ്കിൾ കിങ്ങിന് അവൻ ആരെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ അങ്കിളുടെ മനസ്സിലേക്ക് അവൻ കയറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നീയുമായി ഇങ്ങനെ മടങ്ങിയത്. പരിക്കേറ്റ് കിടക്കുന്ന മാർക്ക് ഫില്ലറുമായി മടങ്ങുന്ന സമയത്തിലാണ് ടിറ്റോ തിരിച്ചുപോയി അങ്കിൾ കിങ്ങിനെ കാണാൻ ശ്രമിച്ചത്. അവിടെ വെച്ച് അങ്കിൾ കിങ്ങിൻ്റെ മുന്നിൽ അവൻ ആത്മാവിനെ കത്തിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. കഥ കേട്ടപ്പോൾ മാർക്കിന് ആകെ ഒരു വിഷമം. ടിറ്റോയ്ക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അസാധാരണമായ ശേഷി ഉണ്ടായിരുന്നു. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സെക്ഷൻ മാസ്റ്റർ നിന്നെ കാണാൻ വിളിക്കുന്നു. അത് കേട്ടതും റീഗൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അയാളോട് ചോദിച്ചു, മാർക്കിനെ മാത്രമേ വിളിച്ചുള്ളൂ? അതെ, മാർക്കിനെ മാത്രമേ വിളിച്ചുള്ളൂ. മാർക്കിനെ മാത്രമേ സെക്ഷൻ മാസ്റ്റർ വിളിച്ചോളൂ എന്ന് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്കൊരു വിഷമം തോന്നിയെങ്കിലും മാർക്ക് ആ വന്ന ആളിനൊപ്പം സെക്ഷനിലേക്ക് തിരിച്ചു. അവിടുന്ന് ഒത്തിരി ദൂരെയാണ് യഥാർത്ഥത്തിൽ സെക്ഷൻ മാസ്റ്റർ ആസ്ഥാനം. അവിടേക്കുള്ള യാത്ര വന്ന ആൾ തുടങ്ങിയതും മാർക്ക് അയാളെ ഒന്ന് പിടിച്ചു. നീ എന്തിനാ എന്നെ പിടിക്കുന്നത്? എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, എൻ്റെ ശക്തിയൊക്കെ ചോർന്നുപോയി. മാർക്ക് പേടിക്കണ്ട, എന്നെ പിടിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വന്ന ആഗതൻ മാർക്കുമായി അതിവേഗം വായുവിലൂടെ പാഞ്ഞ് ആ മിസ്റ്റീരിയസ് ഹെവൻലി സോർട്ട് സെക്ഷനിലെത്തി. അവിടെ സെക്ഷൻ മാസ്റ്റർ മുന്നിൽ മാർക്ക് എത്തുമ്പോൾ സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഒരൊറ്റ ചോദ്യം, നീ ശരിക്കും സെയിന്റ് കിങ്ങിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഈ ചോദ്യം നേരത്തെ ക്യൂനയും കൂട്ടറും ഒക്കെ മാർക്കിനോട് ചോദിച്ചിരുന്നു. ക്യൂനയ്ക്കും കൂട്ടർക്കും ഒക്കെ സെയിന്റ് കിങ് ആ കൈയൊന്ന് അനക്കിയപ്പോൾ ഒത്തിരിയേറെ ഊർജം കിട്ടിയിരുന്നു. അത് അവരുടെയൊക്കെ ശക്തി വർദ്ധിപ്പിക്കുമെന്നൊരു തോന്നൽ അവർക്കുണ്ട്. മാർക്കിന് എന്തെങ്കിലും കിട്ടിക്കാണുമോ എന്ന് ചോദിച്ചപ്പോൾ മാർക്കിന് ഒന്നും കിട്ടിയില്ലെന്ന് മാർക്ക് പറഞ്ഞിരുന്നു. മാർക്കിന് അത് കിട്ടാത്തതിന്റെ കാരണം മാർക്കിന്റെ ബ്ലഡ് ലൈൻ വേറെ ആയതുകൊണ്ടായിരിക്കുമെന്ന് അവര് പരസ്പരം പറയുകയും ചെയ്തു. ആ സംഭവവികാസം അവിടെ നിലനിൽക്കുമ്പോഴാണ് ആ സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മാർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സെയിന്റ് കിങ്ങിൽ നിന്ന് പഠിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്. മനുഷ്യ വംശത്തിൻ്റെ അവസാനം ആകാൻ പോകുന്നു എന്നാണ് ഞാൻ പഠിച്ചത്. മാർക്ക്, അങ്ങനെ നിനക്ക് തോന്നാൻ കാരണം സെയിന്റ് കിങ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കൊണ്ട് പഠിച്ചത് അതാണ്. അദ്ദേഹം സെയിൻ്റായി മാറിയപ്പോൾ ഒരു കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. മനുഷ്യവംശത്തിന് മുകളിലോട്ട് പോകുന്ന ആളുകളൊക്കെയും മനുഷ്യരെ തന്നെ നശിപ്പിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് മറ്റു വംശങ്ങൾ ശക്തമാകുന്നത്. കൂടുതൽ ശക്തി നേടിയാൽ മനുഷ്യനെ നശിപ്പിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളായി താൻ മാറുമെന്നൊരു തോന്നൽ സെയിന്റ് കിങ്ങിനുണ്ട്. കൂടുതൽ അധികാരവും സമ്പത്തും ശക്തിയൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്ന രാജ്യങ്ങൾ കൂടുതൽ മനുഷ്യരെ കൊല്ലുന്ന രാജ്യങ്ങളായി മാറുന്ന അതേ കാഴ്ച അതാണ് മാർക്ക് സെയിന്റ് കിങ്ങിൽ കണ്ടത്. സെയിന്റ് കിങ് അത് കാണുകയാണ്. കൂടുതൽ ശക്തി നേടിയാൽ കൂടുതൽ കുഴപ്പക്കാരനാവും. അതുകൊണ്ട് അയാൾ മനുഷ്യവംശത്തിൽ നിന്ന് ശക്തി നേടാതിരിക്കാൻ വേണ്ടിയാണ് മോൺസ്റ്റർ റേസിൻ്റെ ഭാഗമായത്. മാർക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ആ സെക്ഷൻ മാസ്റ്റർ നിശബ്ദനായി മാർക്കിനെ തന്നെ ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം സെക്ഷൻ മാസ്റ്റർ കൈ രണ്ടും അനക്കിയതും ആകാശത്തുനിന്ന് ഒത്തിരിയേറെ റേസ് ആ കൈയിലേക്ക് കേന്ദ്രീകരിച്ചു. ശരിക്കും മഴവില്ലിൻ്റെ ആകൃതിയിൽ ഒത്തിരി റേസുകൾ അയാളുടെ കയ്യിലേക്ക് വന്നു. ആ റേസുകൾ കയ്യിലേക്ക് വന്നതും ആ റേസ് അയാൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തതും അതൊരു ബോൾ പോലെയായി. ആ ബോള് കയ്യിലേക്ക് വന്നതും ആ ബോൾ പെട്ടെന്ന് ഒന്ന് തിരിച്ചു. പെട്ടെന്ന് ആ ബോള് മാർക്കിൻ്റെ നെഞ്ചിലോട്ടങ്ങ് ഇടിച്ചു കയറി. മാർക്കിൻ്റെ നെഞ്ചിലേക്ക് ആ ബോൾ ഇടിച്ചു കയറിയതും മാർക്കിൻ്റെ എൻറ്റയർ ബോഡിയിലൂടെ ആ പ്രകാശം അങ്ങനെ കടന്നു പോവുകയാണ്. മാർക്കിൻ്റെ ബോഡി അൺബിലീവബിളായ വേഗതയിൽ മാറ്റങ്ങൾക്ക് വിധേയമായി തുടങ്ങി. ഇത് മാറി നിന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് ശരിക്കും ഞെട്ടും. പ്രായമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് മാറിയിരുന്ന മാർക്ക് ഫെല്ലറുടെ ആ അവസ്ഥ പെട്ടെന്നങ്ങ് മാറുകയാണ്. മാർക്കിന് ഇതാ ചെറുപ്പം വീണ്ടെടുക്കാൻ പറ്റുകയാണ്. അതിവേഗതയിലാണ് മാർക്കിൻ്റെ ബോഡിയിലേക്ക് ആ ചെറുപ്പം വീണ്ടെടുക്കപ്പെട്ടത്. മാർക്കിൻ്റെ ബോഡി പൂർണ്ണമായും ചെറുപ്പക്കാരനായി മാറിയതും മാർക്ക് അമ്പരപ്പോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സെക്ഷൻ മാസ്റ്റർ ചോദിച്ചു, സെക്ഷൻ മാസ്റ്റർ, അങ്ങ് എന്തായി ചെയ്തത്? മാർക്ക്, ഈ മിസ്റ്റീരിയസ് ഹെവൻലി സെക്ഷനിലെ എല്ലാ ശക്തിയും ഞാൻ ആ മഴവിൽ ബോളിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു. അതാണ് ഞാൻ നിനക്ക് നൽകിയത്. മാർക്ക്, നിന്നിലേക്ക് ഞാൻ ഈ സെക്ഷൻ്റെ അറിവുകളും കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
മാർക്ക് അത് നീ നന്നായി പഠിക്കണം. സെക്ഷൻ മാസ്റ്റർ പറയുന്ന ആ വാക്കുകൾക്കുള്ളിൽ ഒരു ദുരൂഹത മാർക്കിന് ഫീൽ ചെയ്തു.